വിശ്വവിശ്രുതനായ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പവിത്ര ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ഉത്കൃഷ്ടമായ റബീഉ, അതിൻ്റെ തൂമണം പൂമണം ആശിഖീങ്ങളുടെ റൂഹിലേക്ക് അടിച്ചു വീശുമാറ് വെളിപ്പാടകലെ റബീന്റെ പൊന്നമ്പളി നമ്മെ നോക്കി പുഞ്ചിരിക്കുകയാണ്. ആഘോഷം റബീഉൽ അവ്വലിൽ പരിമിതപ്പെടുത്തിയാലും ആലോചന സദാ ഉണ്ടാകണം പരിശുദ്ധ റസൂലിനെ കുറിച്ച്. ആഘോഷത്തിലേറെ പ്രാധാന്യം ആലോചനക്കാണ്. ഇന്ന് ആഘോഷ ആധിക്യത്തിൽ ആലോചന നഷ്ടപ്പെട്ടോ എന്നൊരു സംശയം. മുഹമ്മദീയ മഹബത്തിന്റെ പരിസരത്ത് കൽബ് മേഞ്ഞു നടക്കുക എന്നതാണ് മക്കളും യുവാക്കളും വലിയവരും ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ ഈ ലോകത്ത് സമാധാനവും പരലോകത്ത് ക്ഷേമവും കൊതിക്കുന്ന മുഴുവൻ ആളുകളും ചെയ്യേണ്ടത് ഹബീബാ നബിയുടെ പ്രണയ എസൻസ് കുടിക്കാൻ ശ്രമിക്കുക എന്നതാണ്. അള്ളാഹു നമ്മോട് ഒരുപാട് കാര്യം പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഒന്നും ഡയറക്റ്റായി പറഞ്ഞിട്ടില്ല. പറഞ്ഞണോ? അള്ളാഹു ഏകനാണ് എന്ന് അള്ളാഹ് നമ്മളോട് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അള്ളാഹു ഒരുപാട് കാര്യം നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ പറഞ്ഞതൊക്കെയും പരിശുദ്ധ റസൂൽ മുഖേനയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമ്മോട് ഒരുപാട് വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഒന്നും ഡയറക്റ്റ് പറഞ്ഞിട്ടില്ല. പറഞ്ഞതൊക്കെയും ഒരു വ്യക്തി മുഖേന മുഹമ്മദ് മുസ്തഫ, പ്രതിഭാധരനായ വിശ്വവിശ്രുതനായ അനുഗ്രഹീതനായ ലോകത്തെ ഏറ്റവും സൃഷ്ടിശ്രേഷ്ഠരായ പ്രവാചക കുടുംബത്തിലെ നായക പ്രഭുവായ അള്ളാഹുവിന്റെ മുത്ത് മുഹമ്മദ് മുസ്തഫ. ശുക്കൂർ പൈസയോടൊക്കെ എനിക്ക് കൂടുതൽ സ്നേഹവും അവരുടെ വ്യക്തിത്വത്തിൽ അഭിമാനം ഉണ്ടാവാൻ ഒരുപാട് കാരണങ്ങളിൽ ഒന്ന്, ഇടക്കിടക്ക് മദീനത്ത് പോണ ആളാണ്. ചിലപ്പോൾ അദ്ദേഹത്തിനെ മദീനത്ത് കാണലുണ്ട് ഞാൻ. സുബ്ഹാനല്ലാഹ്. നമുക്കും പോകണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒന്ന് ആമീൻ പറയും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. രക്ഷപ്പെടാനുള്ള ഏറ്റവും നല്ല ജ്യൂസ് മുഹമ്മദീയ മുന്തിരിച്ചാറാണ്, അതിൽ സംശയമൊന്നുമില്ല. മുഹമ്മദ് എന്ന അക്ഷരങ്ങളിൽ നിന്ന് ഉതിർന്നു വീഴുന്ന വീഞ്ഞുണ്ട്, അത് കുടിച്ചാൽ എല്ലാ വീഞ്ഞും പോവും. നമ്മളെ മക്കൾക്ക് നമ്മളെ കുടിപ്പിക്കണില്ല. അതാണ്. എന്നാ മറ്റ് ലഹരിയിലേക്കൊന്നും ഒരു DSPയും പരാതി പറയില്ല. മുഹമ്മദ് എന്ന 4 അക്ഷരങ്ങളിൽ നിന്ന് ഉറ്റി വീഴുന്ന വീഞ്ഞുണ്ട്, അത് ഹൃദയം കൊണ്ട് കുടിച്ച സുറുലരിഹൽ മുസ്തഫാവ സിദ്ദീഖാബതംബിഹി സുറുലരിഹൽ മുസ്തഫാവ സിദ്ദീഖാബതംബിഹി زرتها من زاوية قلبك زلزال زال طه قلبي مذ أتيت واديا قافما طبعا وداد طه تالي لي تالي تال മുത്തൊളി തിളങ്ങിടും റൗള അതിൽ നീ പാർക്ക് മങ്ങി മുങ്ങാറ്റെ മനസ്സാൽ മാഹിയോരെ പാക്ക് നഗാ താഴ്വരയെത്തി നിൽക്കെ ഞാൻ ഭ്രമത്തിലായി നബി തിരു താഹാവിൻ ചാരെ ഞാനയത്തിലായി ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഞാന് പുതിയ രീതിയിൽ അവതരിപ്പിച്ച റാഫിന്റെ ഒരു ഹിന്ദി പാട്ടിന്റെ രൂപത്തിൽ അവതരിപ്പിച്ചാണ്. അല്ലഫലിഫാണ് പോയി പാടിയത്. എന്നെ മലയാളം ഞാൻ എഴുതി ഉണ്ടാക്കിയതാ. നമുക്ക് മനസ്സിലായില്ലേ? നിങ്ങളെ ശൈലിയിൽ പാടിക്കോളി. ഏതാണ് ഇവിടുത്തെ ശൈലി? അല്ലഫലിഫിന്റെ ഏതാണ് ഇവിടെ? ഏതാ അല്ലഫലിഫിന്റെ? ഏത് രീതിയിലും ചെല്ലാം. زرلريك المصطفى وزد إقامة به زرتها من زاوية قلبك زلزال زال
താഹ ഖൽബി മുദ് അജൈതു വാദിയന്നെ ഖാഫമാ താബം വിദാദി തോക താലിയല്ലി താലിതാ ലാ ഇലാഹ ഇല്ലല്ലാഹു خلي خلة الخذلان خوف الخاتمة خليل خليلا خامل الوصف من الخلقال قال لا إله إلا الله ദുഷ്കരമായ പ്രശ്നങ്ങൾ സങ്കീർണമായി കൊണ്ടിരിക്കുന്ന പ്രശ്നസങ്കീർണമായ ഈ കാലത്ത് പ്രശാന്ത സുന്ദരമായ വാതായനം തുറക്കണോ മദീനയിലേക്ക് തിരിഞ്ഞു നോക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. കൽബിൽ അടഞ്ഞു കിടക്കുന്ന ചില വാതിലുണ്ട്, തുറന്നാലല്ലാതെ രക്ഷപ്പെടൂല, ഒരു സംശയമില്ല. ആ തുറക്കാനുള്ള ചാവി മിഫ്താഹുൽ ഖൽബ്, മിഫ്താഹുസ് സദ്ർ, മിഫ്താഹുർ റൂഹ്, മിഫ്താഹുൽ ജന്ന. പക്ഷെ ഇതിലേക്ക് നമ്മളൊന്ന് ലയിക്കണം. മുഹമ്മദുൻ ദിക്റുഹു റൂഹുൽ അൻഫുസിനാ മുഹമ്മദുൻ ശുക്റുഹു ഫർളുൻ അലൽ ഉമമി മൗലായ സല്ലി വസല്ലം. ഏത് യുക്തിവാദികളും, ഏത് സയനിസ്റ്റും, ഏത് നാസിസ്റ്റും, ഏത് ഫാസിസ്റ്റും അവർ പിടികൂടുന്നത് കേന്ദ്രത്തെയാണ്, പരിശുദ്ധ റസൂലിനെയാണ്. ഖുർആനിനെ വിമർശിക്കുന്നതിനേക്കാൾ ഖുർആനിനെ കുറിച്ച് അവർ പറയും അത് വൈരുദ്ധ്യത്തിന്റെ കലവറയാണ്. എന്നാൽ റസൂലിനെ അതിനേക്കാൾ അവർ വിമർശിക്കുന്നു. നിങ്ങൾ വായിക്കുന്നവരല്ലേ? എന്താണ് കാരണം? ഈ ഉമ്മത്തിന്റെ ഹൃത്തടത്തിൽ മുത്തുനബിയുടെ അർത്ഥസത്ത പതിഞ്ഞാൽ ഈ ഉമ്മത്തിനെ സിറാത്തും മുസ്തഖീമിന്റെ ശരീഅത്തിന്റെ സംസ്കാരത്തിൽ നിന്ന് മാറ്റി പാർപ്പിക്കാൻ ലോകത്തൊരു വൻകിട ശക്തിക്കും കഴിയില്ല. മുസ്ലിം ഉമ്മത്തിനെ ജൂത സംസ്കാരത്തിലേക്ക് കൊണ്ടുപോവാൻ ആദ്യമായി ലോകത്ത് അന്ന് മുതൽ ഇന്ന് വരെ ഇനി എന്നും ശത്രുക്കൾ ഒരുപോലെ ശ്രദ്ധിക്കുന്നത് റസൂലുള്ളാഹിന്റെ വ്യക്തിത്വത്തെ ഇടിച്ചു താഴ്ത്താനാണ്. നമ്മുടെ മക്കളുടെ കൈവെള്ളയിൽ പിടിച്ചിരിക്കുന്ന ശാസ്ത്രീയമായ സാമഗ്രികളുടെ ബട്ടൺ അമർത്തിയാൽ അവർ പാതിരാവിന്റെ ഉള്ളറയിൽ കേൾക്കുന്നത് റസൂലുള്ളാഹിനെ സ്ത്രീലാഡംബരെന്ന് പറയുന്ന ആണുങ്ങളും പെണ്ണുങ്ങളുമായ യുക്തിവാദികളുടെ പ്രസംഗമാണ്. പാതിരാവാണ്, കഥകടക്കപ്പെട്ടതാണ്, ആരുമില്ലാത്ത സന്ദർഭമാണ്. നിസ്കാരത്തേമ്പുള്ള പൊന്നു പിതാവിന്റെ കൊച്ചുമോന് തോന്നുകയാണ് അതും ശരിയല്ലേ. അള്ളാനെയും റസൂലിനെയും ഹൃദയം കൊണ്ട് പുച്ഛിക്കുന്ന തടിമാടനായ മകനാണ് നീ ഗൾഫിൽ പോയി പണമുണ്ടാക്കി ഭക്ഷണം കൊടുത്ത് പോറ്റി വീട്ടിൽ വളർത്തുന്നത് എന്ന് അറിയാത്ത കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് ആവശ്യമുള്ളൊന്നും ഇപ്പൊ കേറുന്നില്ല. സാധാരണ ചില പേപ്പറിലൊക്കെ കാണാറുണ്ട്, മോം മിസ്സായി എന്നറിയാത്ത, ഞാൻ എവിടെ നിന്ന് വന്നതാണെന്നറിയാത്ത, എന്തിന് വന്നതാണെന്നറിയാത്ത, എങ്ങോട്ട് പോകുന്നവനാണെന്നറിയാത്ത ഒരു വിഭാഗം മരക്കൊള്ളികളായി ഖറാബായ വീടുകളെപ്പോലെ, ഉപയോഗശൂന്യമായ പാത്രങ്ങളെപ്പോലെ, ഉണങ്ങിയ മത്സ്യത്തെപ്പോലെ, പുഴുക്കളരിച്ച് ജീർണിച്ച് നിൽക്കുന്ന നാറുന്ന വാസനിക്കുന്ന പുഴുത്തു നാറുന്ന മാങ്ങയെപ്പോലെ നമ്മുടെ മക്കളതായി റസൂലുള്ളാഹിനെ സ്നേഹിക്കാതെ, അല്ലാഹുവിനെ ബഹുമാനിക്കാതെ, ആദരിക്കാതെ, മഹാന്മാരെ അനുസരിക്കാതെ, വാപ്പാനെ കേൾക്കാതെ, ഉമ്മാനെ അംഗീകരിക്കാതെ വെറും യന്ത്രവൽക്കരിക്കപ്പെട്ട പേക്കോലങ്ങളായി നീങ്ങുമ്പോൾ ഉമ്മായെ കഴുത്ത് നെക്കിക്കൊല്ലുന്ന മകൻ പ്രത്യക്ഷപ്പെടുകയാണ്. ആ കുടുംബത്തിലെ 6 പേരെയാണ് ഒരു പെൺകുട്ടി, അത് തന്നെ സ്കൂളിൽ പോയി അധ്യാപനം നടത്തുന്ന അധ്യാപികയായ ഒരു പെണ്ണ്
ഒരു കരുണയുമില്ലാതെ കശ്മല മനസ്സോടെ 6 പേരെ ഒറ്റ കൈകൊണ്ട് കൊന്ന ലോകമേ യദൂബു ഖൽബുൽ മുഅ്മിനി കമാ യദൂബുൽ മിൽഹു ഫിൽ മാ മിമ്മാ യറാ മിനൽ മുൻകരി ഫലാ യസ്തതിഉ അൻ യുഗയ്യിറാ നബിയുനാ വഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് അന്നബി സല്ലു അലൈഹി സ്വലവാത്തുല്ലാഹി അലൈഹി വയനാലുൽ ബറക കുല്ലു മൻ സല്ല അലൈഹി വയനാലുൽ ബറക കുല്ലു മൻ സല്ല അലൈഹി അല്ലാഹ് 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 ഞാൻ ഇങ്ങോട്ട് കയറി വരുന്ന സമയത്ത് ശ്രവണ സുന്ദരമായി മധുര മനോഹരമായി ഹൃദയത്തെ തൊട്ടുണർത്തുന്ന വശ്യസുന്ദരമായി ബുർഉദ്ദായുടെ മധുരരാഗ സ്വരസ്വത എന്റെ ചെവിടിലേക്ക് അലയടിച്ചുകൊണ്ട് ഹൃദയം നിറഞ്ഞാണ് ഈ വേദിയിലേക്ക് ഞാൻ കയറി വന്നത്. മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വത്തഖലൈനി വൽ ഫരീഖൈനി മിൻ ഖുർബിൻ വമിൻ നജമി മൗലായ على حبيبك خير الخلق كلهم. ഈ പരിസരത്ത് കുട്ടികളെ, ഈ പ്ലാറ്റ്ഫോമിൽ കുട്ടികളെ പിടിച്ചു നിർത്തിയാൽ ആ മാതാപിതാക്കളെ രക്ഷിതാക്കളായി. അല്ലെങ്കിൽ രക്ഷിതാവൂല. രക്ഷിതാവ് എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടുത്തുന്ന ആള് എന്നാണ്. നിങ്ങളെ മക്കളെ എവിടെയാ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നത്? ഞാൻ എന്റെ മോനെ എവിടെയാ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നത്? ഇന്ന് സൂര്യനുള്ളത് 12 കോടി മൈൽസുകൾക്ക് അപ്പുറത്താണ്. ആ സൂര്യന്റെ ചൂട് അട്ടാക്കാൻ വേണ്ടിട്ട് പൊരണ്ടാക്കിയിട്ട് AC ഓണാക്കിയ രക്ഷപ്പെടുത്തലാവോ? അവിടെ അല്ല രക്ഷപ്പെടുത്തേണ്ടത്. ഈ സൂര്യൻ നാളെ തദുനു ശംസു യൗമൽ ഖിയാമത്തി മിനൽ ഖൽഖി ഹത്താ തകൂന മിൻഹും കമിഖ്ദാരി മീൽ. മൈൽ എന്ന് വായിച്ചാൽ ഒരു മൈൽ, മീൽ എന്ന് വായിച്ചാൽ സുർമാ കൊള്ളി. രണ്ടും വായിക്കാൻ പറ്റുന്ന രീതിയിലല്ല ലഫ്ദുള്ളത്. അപ്പൊ തലന്റെ മൂർധാവിൽ നമ്മളെ വിരല് വെച്ചാ സൂര്യനുമ തട്ടും. അത്ര അടുത്തേക്ക് ഈ സൂര്യൻ വരുന്നുണ്ട് നാളെ. ഇത് പറഞ്ഞതേ സിയാറല്ല, അല്ലെങ്കിൽ വാസുദേവൻ നായരല്ല, അല്ലെങ്കിൽ അഴീക്കോട് സാറല്ല. അവരൊക്കെ പറഞ്ഞ തട്ടണമെന്നല്ല ഈ പറയുന്നത്. ആ സാഹിത്യത്തിന്റെ പെരുമയിൽ പെരുപ്പിച്ചിട്ട് ചിലപ്പം കോഴിക്കോടാക്കും. പക്ഷെ ഇപ്പൊ അറിഞ്ഞത് മുഹമ്മദ് മുസ്തഫ. വാപ്പാ, നിന്റെ മോന് നിന്റെ മോൾക്ക് അവിടെ ഒരു AC ഫിറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോഴേ വാപ്പാന്റെ കടമ പൂർത്തിയാവുള്ളൂ. അതുവരെ വാപ്പാൻ, അല്ലെങ്കിലോ അവിടെ AC ഫിറ്റ് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ ഈ മോന്റെ മോളെ കാലോണ്ട് നിങ്ങളെ പള്ളൊക്കെ ചവിട്ടിയിട്ട് കാട്ടം പുറത്താക്കുന്ന ആളാണ്. يوم يفر المرء من أخيه وأمه يوم يفر المرء من أخيه وأمه وأبيه وصاحبته وبنيه لكل امرئ منهم يومئذ شأن يغنيه. സ്കൂളിൽ 10ാം ക്ലാസ്സിൽ നല്ല മാർക്കോടെ മകൾ പാസ്സായി എന്ന് കേട്ടപ്പോൾ ഈ മകളെ കെട്ടിക്കാനും പോറ്റാനും നാട് വിട്ട് അറബി വീട്ടിൽ പാടുപെടുന്ന ഉപ്പ, നിന്റെ തലയിലുള്ള രോമങ്ങൾ പോയി കഷണ്ടിയായത് ഈ മകൾക്ക് വേണ്ടിയാണ്. ഒരു രോഗവുമില്ലാത്ത നിനക്ക് ഷുഗർ വന്നത് ഈ മകളെ ഓർത്ത് അധ്വാനിച്ചതിന്റെ പേരിലാണ്. ഒരു രോഗവുമില്ലാത്ത നിനക്ക് കൊളസ്ട്രോൾ വന്നത് നിന്റെ കെട്ടിയവൾക്ക് വേണ്ടിയാണ്, കുട്ടികൾക്ക് വേണ്ടിയാണ്. ഒരു രോഗവുമില്ലാത്ത നിനക്ക് തളർവാദം പുറപ്പെട്ടത് ഈ മകൾ ഓർത്ത് നീ നാട് വിട്ടത് കൊണ്ടാണ്. ഒരു രോഗവുമില്ലാത്ത നിന്റെ ശരീരമാകുന്ന രാഷ്ട്രത്തിലെ രോഗങ്ങൾ ഘോഷയാത്ര നടത്താൻ തുടങ്ങിയത് ഈ 16കാരിയായ പൊന്നുമോളെ ചിന്തിച്ചുകൊണ്ട് നാടുവിട്ടതിനാലാണ്. പക്ഷെ നിനക്കൊരു പക്വതയില്ലായ്മ സംഭവിച്ചു അറേബ്യൻ മണൽ നാട്ടിൽ. എന്താണ് അപക്വത? എന്താണ് നിനക്കുള്ള അവിവേകം? നിന്റെ മോള് 10ാം ക്ലാസ്സിൽ നല്ല മാർക്കോടെ പാസ്സായി എന്ന് കേട്ടപ്പോൾ നീ മകൾക്ക് അയച്ചു കൊടുത്തത് സകല സംവിധാനങ്ങളും സൗകര്യങ്ങളുമുള്ള 40,000-ന്റെ മൊബൈലാണ്. 7ാം ക്ലാസ്
ക്ലാസ് മദ്രസയിൽ നല്ല മാർക്കോടെ പാസ്സായി ഉസ്താദുമാരുടെ അനുഗ്രഹം വാങ്ങി മുഖമക്കന ധരിച്ച് ഔറത്ത് കാണിക്കാതെ അന്യയുവ കോമളന്മാരോട് പല്ല് തുറന്ന് പുഞ്ചിരിക്കാതെ ദീനീ ചിട്ടയിലായി ജീവിച്ചു സുബഹിക്ക് മുമ്പേ ഉണർന്നുകൊണ്ട് തഹജ്ജുദിന് വരെ ചിട്ട ഉണ്ടായി സുബഹി നിസ്കാരാനന്തരം പരിശുദ്ധമായ ഖുർആൻ എടുത്ത് ഓതിയിരുന്ന നിന്റെ മകളില്ലേ, പിറന്ന നാളിൽ റസൂലുള്ളാന്റെ പൊന്നുമോളെ ഓർത്ത് ഫാത്തിമ എന്ന് പേരിട്ട് ബഹുമാനിച്ച് ലാളിച്ച് സ്നേഹിച്ച് വളർത്തിയ നിന്റെ മോളില്ലേ, പാതിരാവിന്റെ ഉള്ളറയിൽ ആരും അറിയാതെ മൊബൈല് കൊണ്ട് നിന്റെ ഭാര്യ അവളുടെ ഉമ്മ അങ്ങ് ഉറങ്ങിയ പാങ്ങളാരങ്ങ് ഉറങ്ങിയ റസൂലുള്ളാന്റെ മോളെ സ്നേഹം കൊണ്ട് പേരിട്ട് വിളിച്ച് നീ ഓമനിച്ച് നിന്നെ ഈ ആ മകൾക്ക് വേണ്ടി നാട് വിട്ട് വളർത്തിയിട്ടുള്ള 16-കാരിയായ പൊന്നുമോള് പാതിരാവിന്റെ ഉള്ളറയിൽ പ്രണയ സല്ലാപം നടത്തുന്നത് കുമാരനോടാണെന്ന് മറക്കണ്ട, പറങ്കോടനാണെന്ന് മറക്കണ്ട, ജോസഫിനോടാണെന്ന് മറക്കണ്ട, അയ്യപ്പനോടാണെന്ന് മറക്കണ്ട. يذوب قلب المؤمن كما يذوب الملح في الماء مما يرى من المنظر فلا يستطيع أن يغير نبينا رسول الله. ഓ പൊന്നു പിതാവേ, ഒരു വീടി പോലും വലിച്ച് പരിചയമില്ലാത്ത നീ കൊച്ചുകാലത്ത് ഉപ്പാന്റെ മുമ്പിൽ വെച്ച് പേപ്പർ ചുരുട്ടിയിട്ട് കത്തിച്ച് വലിച്ചപ്പോൾ അന്ന് ഉപ്പായുടെ കയ്യിൽ നിന്ന് അടി കിട്ടിയ ഓർമ്മയാണ്. പിന്നെ പുക കാണുന്നത് തന്നെ നിനക്ക് പേടിയാണ്. ഇന്ന് വരെ ഒരു വീട് നീ വലിച്ചിട്ടില്ല, ഒരു സിസർ നീ കരിച്ചിട്ടില്ല, ഇന്ന് വരെ ഒരു പാസ് നീ തൊട്ടിട്ടില്ല, ഒരു പാമ്പരാഗ് നീ കഴിച്ചിട്ടില്ല, കഞ്ചാവ് നിനക്ക് ഓർക്കാൻ കഴിയില്ല, കള്ളുകുടി നിനക്ക് പരിചയമില്ല, കുടിക്കുന്ന സ്ഥലത്ത് നിന്ന് ഒളിച്ചോടുന്ന മനുഷ്യനാണ്. അങ്ങനെയുള്ള നിന്റെ ബീജത്തിൽ നിന്ന് പറന്ന 17-കാരൻ എങ്ങനെയാണ് നാടിനെ തകർക്കുന്ന കുടുംബത്തിന്റെ കുളം തോണ്ടുന്ന പോലീസുകാരന്റെ എല്ലാ ദിവസവും മടി വാങ്ങുന്ന ജയിലിലെ നിത്യ സന്ദർശകനായ റൗഡിയും തമ്മാടിയും വ്യഭിചാരിയും കുടിയനും പിടിയനുമായി മാറിയത്? എന്താ കാരണം എന്നറിയോ? ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ബഹുമാനപ്പെട്ട ഉമർ നദീം ഉസ്താദ് പറഞ്ഞു മദ്രസയിൽ നിന്ന് ഇടക്കാലത്ത് പോണാണെന്ന്. ഇനി ഇടക്കാലത്തല്ല, +2 വരെ പഠിച്ചിട്ടും കാര്യമില്ല. പിന്നെ ഉസ്താദുമാരേറ്റും മദ്രസയേറ്റും സൂബത്തില്ലാതെ പോയാൽ വലിയ റൗഡിയേറ്റ് മാറും. ഒരു സംശയം വേണം. +2 വരെ പഠിച്ചാലും പിന്നെ ഒന്നുമല്ലെങ്കിൽ ഇവരുമായിട്ട് സഹവാസം വേണം. നമ്മുടെ മക്കളൊക്കെ തൊള്ള തുറന്ന പുറത്തേക്ക് വിടുന്ന വളരെ മ്ലേച്ഛമായ അക്ഷരങ്ങളും വാചകങ്ങളും എന്തിച്ചു നോക്കും. അതിന്റെ അർത്ഥം എന്താ? ഓല കൽബിൽ അതാണെന്നാണ്. കാരണം ഓരോ കുടത്തുനിന്ന് തുളുമ്പണതേ ഉള്ളിലുണ്ടാവുള്ളൂ. പാല് നിറച്ച കൊടാണെങ്കിൽ അതിന് പാലേ പുറത്തു വരുള്ളൂ. കള്ള് നിറച്ച കൊടാണെങ്കിൽ പാലന്നെ, പിന്നെയും പാലന്നെ, അതിന് കള്ള പുറത്തു വരിക. ചളിവെള്ളം നിറച്ച കൊടാണെങ്കിൽ ചളിവെള്ളമാണ് പുറത്തേക്ക് തുളുമ്പ. സംസം വെള്ളം നിറച്ച കന്നാസാണെങ്കിൽ അതിന് പുറത്തേക്ക് അതിന് തുളുമ്പല് സംസമായിരിക്കും. തൊള്ള തുറന്നിട്ട് പുറത്തേക്ക് ചാടുന്ന എന്താണ്? അതാണ് അവൻ, അല്ലാത്തൊന്നുമല്ല. വായ തുറന്നിട്ട് പുറത്തേക്ക് ചാടുന്ന എന്താണ്? അതാണ് അവൻ. ഈ കാണുന്ന ഒന്നും ഞാനല്ല. ഞാൻ സ്വകാര്യ സമയത്തിന്റെ തൊള്ള തുറക്കുമ്പോ എന്താ വീഴുന്നത്? അതാ ഞാൻ. അല്ലാഹു നമ്മളൊക്കെ നന്നാക്കി തട്ടെ. اللهم اجعل سريرتنا خيرا من علانيتنا واجعل علانيتنا خيرا نبينا رسول الله. അല്ലാഹുവേ, എന്റെ രഹസ്യത്തെ നീ പരസ്യത്തെക്കാൾ നന്നാക്കണേ, എന്റെ പരസ്യത്തെയും നീ ഖൈറാക്കണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇന്ന് എല്ലാവരുടെയും മനസ്സിൽ അവരറിയാതൊരു ഷഹാദത്ത് കലിമ മനസ്സിൽ ഇങ്ങനെ കറങ്ങുന്നുണ്ട്. അവരറിയാതൊരു ഷഹാദത്ത് കറങ്ങുന്നുണ്ട്. എന്താണെന്നറിയോ? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന സോഷ്യൽ മീഡിയ റസൂലുള്ളാഹ്. പറയാതെ പറയുന്ന ഒരു ഷഹാദത്ത് വേണം. സോഷ്യൽ മീഡിയയിൽ എന്ത് കണ്ടാലും സമീന വാ തൊഴന, അതാണിപ്പോ.
ഖുർആനിൽ എന്തുണ്ട്, ഹദീസിൽ എന്തുണ്ട്, കിതാബിൽ എന്തുണ്ട്? ഇതൊന്നുമല്ല. സോഷ്യൽ മീഡിയയിലേക്ക് ഉറ്റുനോക്കുകയാണ്. അവിടെ വരുന്നതൊക്കെ റിസാലത്തിന്റെ വെളിപാടാണ്. സുബ്ഹാനല്ലാഹ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു കാത്ത്. ഉസ്താദ് ചോദിച്ചു, കുട്ടികളെ കയ്യിൽ മൊബൈൽ ഉണ്ടോന്ന് ചോദിച്ചു. ആന്നറിഞ്ഞു. ഞാൻ ദ്വാരക്കൂല പോയിക്കോളി. അത് അങ്ങനെ തന്നെ നടപ്പിലാക്കണം, പറയണം എന്നൊരു അഭിപ്രായം എനിക്കില്ല. പക്ഷെ അതിലൊരു മെസ്സേജ് ഉണ്ട്, അത് ഉറപ്പാണ്. അതിലൊരു മെസ്സേജ് ഉണ്ട്, ഉറപ്പാണ്. കാരണം നമ്മൾ ദ്വാരത്തിട്ട് കാര്യമില്ല. ഇപ്പത്തെ അവസ്ഥ. ഞാൻ ഒരിക്കലും ഒരു വീട്ടില് ഭക്ഷണത്തിന് ഇതേപോലെ വാതിന പോയിരുന്നു. അപ്പൊ എന്റെ മടിയിൽ ചെറിയ പൈതലിനെ കൊടുന്നിരുത്തി, ഒന്ന് പനിച്ചിട്ട് മന്ത്രിച്ചു കൊടുക്കാനാണ്. അപ്പൊ ഞാൻ ചിലപ്പോ ചില ആയത്തുകൾ ഓതുമ്പോ കണ്ണടക്കലുണ്ട്. എന്റെ മടിയെ കൊടുന്നിട്ടിയപ്പോ കുട്ടി കരയാൻ തുടങ്ങി. അപ്പൊ ഞാൻ വേഗം മന്ത്രം തീർക്കാന്ന് വിചാരിച്ചിട്ട് കണ്ണടച്ചിട്ട് ആയത്തിൽ കുറിച്ച് ഓതാൻ തുടങ്ങിയപ്പോഴേക്കും കുട്ടീന്റെ കരച്ചിൽ മാറിയിട്ടുണ്ട്. ഞാൻ നോക്കുമ്പോ എന്താരോ ആയത്തിൽ കുറിച്ച് കേട്ടിട്ട് കുട്ടി കരച്ചിൽ നിർത്തിയതല്ല. അപ്പോഴേക്ക് ജ്യേഷ്ഠൻ വന്നിട്ട് കുട്ടിക്ക് തുറന്നു കൊടുത്ത മൊബൈലാണ്. അപ്പൊ ഈ പയ്യൻ മൊബൈൽ കണ്ടിട്ട് അതിൽ കാണുന്ന ചിത്രമാണെങ്കിലോ സിനിമ കാണുന്ന ചിത്രമാണ്. അപ്പൊ സിനിമ കാണിച്ചു കൊടുത്തിട്ട് കുട്ടി കരച്ചിൽ നിർത്തിയതാ. തലമക്കൂടെ പോണത് ആയത്തിൽ കുറിച്ച്, അടിയിൽ കൂടി മമ്മൂട്ടിയും, നടുവിൽ കുട്ടി ഞാനും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഒക്കെ യന്ത്രവൽക്കരിക്കപ്പെട്ടു. എവിടേക്കാണ് ഈ സമൂഹം പോകുന്നത് ചിന്തിക്കണേ. ചില വീട്ടിലൊക്കെ ഉണ്ടാവും ആയത്തുൽ കുർസി, അതാ വാതിലിന്റെ മോളിൽ, അതിന്റെ മേലെ മോഹൻലാൽ, അതിന്റെ അടിയിലോ സൈഡിലോ മമ്മൂട്ടി, ഇടത് ഭാഗത്തൊരു സിനിമാ നടി. കാരണം എല്ലാം കൂടി കൂട്ടിപ്പിടിച്ചിട്ടുള്ള പരിപാടിയാണ്. ഏതുകൊണ്ടാ രക്ഷപ്പെടുക എന്ന് പറയാൻ പറ്റില്ലല്ലോ. ചില ആൾക്കാരൊക്കെ പ്രബോധനം തന്നെ ഇപ്പൊ സിനിമ ആയി മാറിയിട്ടുണ്ട്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഇളന്തന്നൽ ഭാഷയുടെ തന്ത്രം പുറത്തേക്കെടുത്തുകൊണ്ട് ഈ ഉമ്മത്തിനെ സിനിമാ നടന്മാരിലേക്ക് ഒരു ഇളന്തന്നൽ ഭാഷ മാത്രം പറഞ്ഞ്, പ്രസംഗമെന്ന് പറഞ്ഞാൽ ഇളന്തന്നലാണ്, സ്നേഹം മാത്രമാണെന്ന് ക്രിസ്ത്യാനികളുടെ പ്രബോധനത്തെ കടമെടുത്തുകൊണ്ട് പറയേണ്ടതിന്റെ ഗൗരവത്തിൽ കാര്യങ്ങൾ പറയേണ്ടപ്പോൾ പറയാതെ ഈ ഉമ്മത്തിനെ ലളിത മനോഹരമായ ഭാഷ കൊണ്ടും ഇളന്തന്നൽ ശൈലി കൊണ്ടോ സിനിമയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന നരകവാതിലിലേക്ക് മാടി വിളിക്കുന്ന പ്രഭാഷകന്മാരാവാതിരിക്കട്ടെ. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. ഒരു പുതിയ കൂറ്റിയായിട്ട് എല്ലാരും അതിന്റെ ഒപ്പം നിങ്ങൾക്ക് സംഗതിയൊക്കെ തിരിഞ്ഞിട്ടുണ്ടാവും. ഞാൻ വ്യംഗ്യമായിട്ടേ വെട്ടുള്ളൂ, നേരെ വെട്ടില്ല. ഞാൻ എല്ലാം വെട്ടലൊക്കെ കിനായത്താണ്. തിരിയുന്നവർക്ക് തിരിയും. ബുദ്ധി കൂർമ്മതയുള്ളവർക്ക് അല്പവാചകം പോരേ, കറിയം മനസ്സിലാകാ എന്തിനാ പിന്നേറെ. ഞാൻ വ്യക്തിപരമായി ആരെയും പിടികൂടുകയില്ല, എനിക്കതിന് അർഹതയില്ല. കാരണം ഞാൻ തന്നെയും വ്യക്തിപരമായി വളരെ മോശമായിരിക്കും. അല്ലാഹു നമ്മളൊക്കെ നന്നാക്കട്ടെ. പക്ഷേ പ്രബോധനം എന്ന പേരിൽ നടക്കുന്ന സിനിമയിലേക്കുള്ള പെരുമ്പറയുണ്ടല്ലോ, അതിന് എന്ത് ഓമന പേരിട്ടിട്ടും കാര്യമില്ല. ചെറുപ്പക്കാരെ തൊട്ടുപോകണ്ട. നമുക്കൊരു പാരമ്പര്യം ഏൽപ്പിച്ച സംസ്കാരമുണ്ട്. ആ സംസ്കാരത്തിൽ നിന്ന് പുതിയ ശൈലിയിലേക്ക് കടന്നുപോയാൽ ദലാലത്തിന്റെ വിശപ്പുക ഹൃദയത്തിൽ ഉരുണ്ടുകൂടുമേ, ഈമാന് തെറിക്കുമേ. ഇവിടെ റസൂലുള്ളാന്റെ എത്ര ചരിത്രം മോട്ടിവേഷൻ ക്ലാസ്സിൽ പറയാനുണ്ട്. ആയിഷ ഉമ്മയുടെ എത്ര ചരിത്രം പറയാനുണ്ട്. കറുകറുത്ത മൂക്ക് ചപ്പി ഒരു കാപ്പിരിയായ മനുഷ്യനില്ലേ, സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം പറയാനില്ലേ. സ്വന്തം കൈകൊണ്ട് ജീവനോടെ 3 പെൺകിടാങ്ങളെ കുഴിച്ചു മൂടി അവസാനം പാതിരാവിന്റെ ഉള്ളറയിൽ പടുവൃദ്ധയുടെ ഓല വീട്ടിലേക്ക് കൂന്നു കടന്നുകൊണ്ട് ആ ഉമ്മാന്റെ കാഷ്ടം കൈകൊണ്ട് പേറിയെടുത്ത് ഉമ്മായെ കുളിപ്പിച്ച അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് കിസ്റാവേറേക്കും കൈസറും പനിക്കുന്നതാണ്. മിസ്റിൽ മുഖൗഖിസ് കേട്ടുടഞ്ഞേട്ടുന്നതാണ്. അവരാണ് അമീറുൽ മുഅ്മിനീൻ ഉമറല്ലോ. ജനസേവകന്മാർ കുല്ലിമാമാണല്ലോ. ഒരിക്കൽ പാതിരാവിന്റെ ഉള്ളറയിൽ പരിശുദ്ധമായ റൗളയിലേക്ക് മുത്തുനബിയുടെ വഫാത്തിന് ശേഷം റസൂലുള്ളാന്റെ ശറഫാക്കപ്പെട്ട ഖബറിന്റെ സമീപത്തെ കസ്തൂരി മണ്ണില് ഉമർ ഇബ്നുൽ ഖത്താബ് അങ്ങിരുന്ന് കരയുകയാണ്. ഫീ
ഫിദാക അബീ വ ഉമ്മീ യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിന്റെ വേർപാട് ഏൽപ്പിച്ച ഹൃദയത്തിന്റെ ഷോക്കില്ലേ, ഹൃദയത്തിന്റെ മുറിവില്ലേ, അതിന്റെ അതിശക്തമായ വേദനയുടെ വിരഹ ദുഃഖം കൊണ്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി നേതാവിന്റെ ഖബറിൽ വന്നുകൊണ്ട് കരയുകയാണ്. നിയന്ത്രണം വിട്ട് കൊച്ചുകുട്ടിയെ പോലെ പൊട്ടിക്കരയുന്ന ഉമർ റസൂലുള്ളാഹിനോട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, പാവപ്പെട്ട ഈ ഉമർ എങ്ങനെയാ അങ്ങയുടെ വേർപാടിൽ കരയാതിരിക്കുക നബിയേ? അങ്ങ് സാധാരണഗതിയിൽ ഖുതുബക്ക് വേണ്ടി കയറുന്നിരുന്ന ഒരു പഴയതായ മിമ്പറില്ലേ, ഈത്തപ്പന തടിയുടെ മിമ്പറില്ലേ, പുതിയ മിമ്പർ കിട്ടിയിട്ട് അങ്ങ് അങ്ങോട്ട് മാറിയിട്ട് കയറിയപ്പോൾ അങ്ങേ നട്ടപ്പെട്ടതിന്റെ പേരിൽ ഉണങ്ങിയ ബുദ്ധിയില്ലാത്ത ജീവനില്ലാത്ത ഈത്തപ്പന തടി കരഞ്ഞത് കണ്ട ഈ പാവപ്പെട്ട ഉമർ എങ്ങനെയാ അങ്ങേ നട്ടപ്പെട്ടതിൽ കരയാതിരിക്കുക? യാ റസൂലല്ലാഹ്, മുഹമ്മദുൻ ദിക്റുഹു റൂഹുൽ ലിഅൻഫുസിനാ മുഹമ്മദുൻ ശുക്റുഹു ഫർദുൻ അലൽ ഉമമി മൗലായ. ഉമ്മമാരെ, റാബിയത്തുൽ അദവിയായ കേട്ടിട്ടുണ്ടോ? കള്ളുഷാപ്പിൽ കള്ളൊഴിച്ചു കൊടുക്കുന്ന പാട്ടുകാരി പെണ്ണായിരുന്നു. കള്ളുഷാപ്പിൽ കള്ളൊഴിച്ചു കൊടുക്കുന്ന പെണ്ണായിരുന്നു. പക്ഷേ ഇന്ന് പേര് കേട്ടാൽ അറിവുള്ളവരുടെ വായിൽ നിന്ന് അലതല്ലുന്ന തിരമാല പോലെ റളിയല്ലാഹു അൻഹാ എന്ന് ചൊല്ലി ആദരിക്കുന്ന വലിയത്തുല്ലാഹി റാബിയത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹാ. പാതിരാവിന്റെ ഉള്ളറയിൽ 100 റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കുന്ന മഹദിയായിരുന്നു. 100 റക്അത്ത്. എന്റെ വിഷയം ആ തഹജ്ജുദിനെ പറയലല്ല, ഇശായല്ല, അതിനുശേഷം അവസാനമായി നിസ്കരിക്കുന്ന വിത്റുമല്ല. 100 റക്അത്ത് തഹജ്ജുദ് നിസ്കരിച്ചിരുന്ന മഹദിയാണ്. അതിനുശേഷം അല്ലാഹുവിനോട് നടത്തിയിരുന്നൊരു ദുആയുണ്ട്, തമ്പുരാനേ, ഈ 100 റക്അത്ത് തഹജ്ജുദ് പാവപ്പെട്ട റാബി അങ്ങ് നിസ്കരിക്കുമ്പോ എനിക്ക് വല്ലാത്തൊരു ആശ്വാസമുണ്ട് അല്ലാഹ്. അതെന്താണെന്നറിയോ? ഞാൻ നിസ്കരിച്ച ഈ 100 റക്അത്തും എന്റെ ഹബീബായ, നിന്റെ അഹബ്ബായ, എന്റെ ഷഫീആയ, ഉലകത്തിന്റെ സയ്യിദായ ത്വാഹ റസൂലുള്ളാഹി. ഉറക്കെ സ്വലാത്ത് ചൊല്ലൂ, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അറിയുമല്ലോ റബ്ബേ, അതെ അതെ, ഹദീസാണ്, അതിൽ സംശയിക്കണ്ട. ഞാനിപ്പോൾ ഈ പ്രസംഗിക്കുന്നത് ആഫ്രിക്കയിൽ നിന്ന് കാണുന്നവരുണ്ട്, അറിയുന്നവരുണ്ട്, അമേരിക്കയിൽ നിന്ന് കേൾക്കുന്നവരുണ്ട്, കാണുന്നവരുണ്ട്. ഇതൊരു പക്ഷേ എന്റെ ഭാര്യ കേൾക്കുന്നുണ്ടാകും, എന്റെ നാട്ടിൽ വെച്ച് എന്റെ ശിഷ്യന്മാർ കേൾക്കുന്നുണ്ടാകും, എന്റെ പരിസരത്തുള്ള അയൽവാസികളും മറ്റു പല ജില്ലകളിൽ നിന്നും പല രാജ്യങ്ങളിൽ നിന്നും ഗൾഫ് നാടിൽ നിന്നും ഇത് കേൾക്കുന്നുണ്ടാകും. അതെ, നമുക്കൊക്കെ അത് നടക്കുമെങ്കിൽ റസൂലുള്ളാഹിക്ക് എന്തുകൊണ്ട് നടന്നുകൂടാ? ആ റൗളയിൽ അല്ലാഹു ഒരു ആത്മീയ സംവിധാനം വെച്ചു കൊടുത്താൽ നടക്കുമല്ലോ. റസൂലുള്ളാഹി തന്നെ പറയട്ടെ, തുഅറദു അലയ്യ അഅമാലുക്കും, നിങ്ങൾ എവിടെ വെച്ചുകൊണ്ട് എന്ത് ചെയ്താലും എന്റെ മേലത് പ്രദർശിപ്പിക്കപ്പെടുന്നുണ്ട്. നബിയുനാ റസൂലുള്ളാഹി. സ്ക്രീനിൽ ചിത്രം പറയുന്നതിനാണ് തുഅറദു എന്ന് പറയാ. സ്ക്രീനിൽ ചിത്രം ഇങ്ങനെ വരുന്നതിന് തുറലു അലയ്യ എന്ന് പറയാം, യുറലു അലയ്യ എന്ന് പറയാം. സ്ക്രീനിൽ ചിത്രം ഇങ്ങനെ വരുന്നതിന് അള്ളാന്റെ റസൂൽ ഉപയോഗിച്ച വാക്കാണത്. അഅമാലുക്കും മഅറൂദത്തുൻ അലയ്യ, നിങ്ങളുടെ അമലുകളൊക്കെ എന്റെ മേൽ പ്രദർശിപ്പിക്കപ്പെടുന്നുണ്ട്. അപ്പൊ റൗളയിൽ ഈ സദസ്സ് കാണുന്നുണ്ട് ഇൻഷാ അല്ലാഹ് മുഹമ്മദ് മുസ്തഫ. അതാണ് റാബിയത്തുൽ അദവി എടുത്തുദ്ധരിച്ചത്. അല്ലാഹുവേ, ഞാൻ ഈ 100 റക്അത്ത് നിസ്കരിച്ചത് എന്റെ ഹബീബ് കാണുമല്ലോ, അറിയുമല്ലോ. എന്നിട്ടുള്ള ലാഭം എന്താണെന്നറിയോ? കേട്ടോളൂ. അങ്ങനെയാകുമ്പോൾ ഈ സദസ്സിൽ നിന്ന് മുഹമ്മദീയ മഹബത്തിന്റെ എസൻസ് കുടിച്ചുകൊണ്ട് പോകണം പെണ്ണുങ്ങളെ.
ഇതൊരു വല്ലാത്ത എസൻസ് ആണ്. മുന്തിരിയുടെ എസൻസ് കുടിക്കുന്നവരല്ലേ നിങ്ങള്? ആപ്പിളിന്റെ എസൻസ് കുടിക്കുന്നവരല്ലേ നിങ്ങള്? മാങ്ങ എസൻസ് കുടിക്കുന്നവരല്ലേ നിങ്ങള്? നിങ്ങൾ ഇന്ന് വരെ മുഹമ്മദീയ മഹബത്തിന്റെ എസൻസ് കുടിച്ചിട്ടുണ്ടോ? കുടിക്കണേ, കുടിക്കണേ. അല അറിയണേ, ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. മഹാനായ വലിയുള്ളാഹി ശംസുൽ ഉലമ പട്ടിക്കാട് ജാമിഅ നൂരിയയിലെ പ്രിൻസിപ്പളാണ്, മുദരിസാണ്. സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ നമ്മുടെ വിദ്യാർത്ഥിയാണ്. ഹൈദർ അലി ശിഹാബ് തങ്ങൾ അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. ഞാനും തങ്ങളും 4 ദിവസങ്ങൾക്ക് മുമ്പ് 2 ദിവസം ദ്വീപിലുണ്ടായിരുന്നു. പ്രഭാഷണത്തിന് പോയി. ഉദ്ഘാടനം തങ്ങളായിരുന്നു. മജ്ലിസുൻ നൂർ വാർഷികം. മഹാനവറുകൾ സുബ്ഹാനല്ലാഹ് പട്ടിക്കാട് ജാമിഅ നൂരിയിൽ കൊച്ചു വിദ്യാർത്ഥിയായി പഠിക്കുന്ന കാലത്ത് അറബികളുടെ അതരങ്ങളാൽ ആലിമുൽ ആലം എന്ന് വിളിക്കപ്പെട്ട വലിയുല്ലാഹി ശംസുൽ ഉലമാ റൂമിന്റെ പുറത്ത് കസേര ഇട്ടുകൊണ്ട് ജപമാല മറിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊച്ചുകുട്ടിയായ ഹൈദർ അലി ശിഹാബ് തങ്ങൾ പാപ്പ കുളിച്ചുകൊണ്ട് സോപ്പ് പിടിച്ചുകൊണ്ട് റൂമിലേക്ക് പോവുകയാണ്. മഹാനായ വലിയുല്ലാഹി ശംസുൽ ഉലമാ തങ്ങളെ ഉസ്താദാണ്, ജാമിഅ നൂരിയയുടെ പ്രിൻസിപ്പളാണ്. പക്ഷേ എല്ലാം മറന്നുകൊണ്ട് എണീറ്റുകൊണ്ട് തങ്ങളെ ബാക്കിൽ പോയി ചോദിക്കുകയാണ്, തങ്ങളെ ആ സോപ്പൊന്ന് തരുമോ? എനിക്കൊന്ന് കുളിക്കാനാണ്. എന്തിനാ തങ്ങളുപ്പാപ്പാന്റെ സോപ്പ് വാങ്ങിയത്? ഹൈദർ അലി ശിഹാബ് തങ്ങളുപ്പാപ്പ റസൂലുള്ളാന്റെ പേരക്കുട്ടിയാണ്. മുസ്തഫ തങ്ങളുപ്പാപ്പ റസൂലുള്ളാന്റെ പേരക്കുട്ടിയാണ്. മഹാനവറുകൾ റൂമിൽ വരുമ്പോൾ ഞാൻ എണീറ്റ് എന്നുകൊണ്ട് കൈപിടിച്ച് മുത്തി. എന്നേക്കാൾ പ്രായം കുറവാണ്, എന്നാലും മുത്തിയേ. കാരണം അത് റസൂലുള്ളാന്റെ പേരക്കുട്ടികളാണ്. ഉർഖുഹു മുഹമ്മദൻ ഫീ അഹ്ലി ബൈത്തിഹി. മുഹമ്മദ് നബിയെ അഹ്ലു ബൈത്തിൽ നിങ്ങൾ പരിഗണിച്ച് ബഹുമാനിക്കണേ. ഖുല്ലാ അസ്അലുക്കും അലൈഹി അജ്റൻ ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബാ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി അത്യധ്വാനം നടത്തിയതും പാടുപെട്ടതും സമരം ചെയ്തതോ, എന്റെ കാലിലേക്ക് കല്ലേറ് വന്നുകൊണ്ട് ഞെരിയാണി പൊളിഞ്ഞ് രക്തം പമ്പ് ചെയ്തതോ, ഉഹുദ് യുദ്ധത്തിൽ എന്റെ പല്ല് ഷഹീദായി കഷ്ടപ്പെട്ടതോ, നിങ്ങൾക്ക് വേണ്ടി മർദ്ദന തണ്ടന താടന പീഡനക്ക് പാത്രീഭവിച്ചതോ, അതിന് പകരം നിങ്ങൾ ഒരു പ്രത്യുപകാരവും എനിക്ക് തരണ്ട. എന്റെ കുട്ടികളെ ഒന്ന് സ്നേഹിച്ചാൽ മതിയേ എന്ന് പരിശുദ്ധ ഖുർആനാണ്. അല്ലാഹു തങ്ങൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. അവരുടെ നേതൃത്വം ഈ സംഘടനയിലുണ്ട് എന്നത് പ്രതീക്ഷക്ക് മാറ്റുകൂട്ടുന്നതാണ്. അല്ലാഹു എല്ലാം സ്വീകരിക്കട്ടെ. ഉമ്മമാരെ, ഞാൻ പറഞ്ഞു വന്നത് റാബിയത്തുൽ അദവിയ്യ റളിയല്ലാഹു തആല അൻഹാ പാതിരാവിന്റെ ഉള്ളറയിൽ പടച്ചവനോട് ദുആ ചെയ്യുകയാണ്, റബ്ബുൽ ആലമീനേ, ഞാൻ ഈ 100 റക്അത്ത് പാതിരാവിനെ പകലാക്കി നിസ്കരിച്ചതിന്റെ പേരിൽ അത് നിന്റെ ഹബീബായ എന്റെ ഷഫീആയ മുത്തലി മുഹമ്മദ് മുസ്തഫ. നിങ്ങള് സലാത്തില്ലേ? നിർത്തിയ സലാത്തിൽ അപ്പ നിർത്തും. ഞാൻ സലാത്തില്ലേ? മുഹമ്മദ് മുസ്തഫ തുമീ फर्श से अर्श तक जाने वाले, तुम्ही निअमते रब से दिलवाने वाले, मदीने का ज़ाहिर ज़ुरातो संभलना, सवारी से अपनी तो जिस दम निकलना, शर्त मौका है जाने वाले, तुम्ही फर्श से अर्श तक जाने वाले. ഈ തളിപ്പറമ്പിൽ എനിക്കൊരു കൂട്ടുകാരനുണ്ട്, ഒരുപാട് കൂട്ടാളികളുണ്ട്. പക്ഷെ ഞാൻ മറക്കാത്തൊരു പൊന്നുമോനുണ്ട്, പേര് മൻസൂർ എന്നാണ്. ഞങ്ങൾ തമ്മിലുള്ള ഹൃദയബന്ധത്തെ കോർത്ത് ദൃഢപ്പെടുത്തിയിട്ടുള്ള സ്വർണ്ണ നൂല് മുഹമ്മദ് മുസ്തഫ.
ഞാൻ ഒരിക്കൽ ഇവിടെ എവിടെയോ വാതിന് വന്നപ്പോൾ സ്റ്റേഷനിൽ എന്നെ കൂട്ടാൻ വേണ്ടി വന്ന ചെറുപ്പക്കാരനാണ്. ഭയങ്കര മോഡലായിരുന്നു. പാന്റ് മോഡലാ, മുടി മോഡലാണ്, സംസാരം മോഡലാണ്. പക്ഷെ അന്ന് 2 മണിക്കൂർ റബീഉൽ അവ്വലായിരുന്നു. എന്റെ വിഷയം മുഹമ്മദ് മുസ്തഫ. ആ കുട്ടിക്ക് വല്ലാത്ത സന്തോഷമായി. ആ കുട്ടിയിൽ എന്തോ ഒരു അടിസ്ഥാന വേരുണ്ടായതിന്റെ പേരിൽ റസൂലുള്ളാനെ വല്ലാതെ അങ്ങ് സ്നേഹിച്ചു. എനിക്ക് പിന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ എനിക്ക് നിങ്ങളുടെ അരികിലേക്ക് വരണം. നാട്ടിൽ വന്നു. 2 ദിവസം എന്റെ കൂടെ താമസിച്ചു. പരിപാടികൾക്കൊക്കെ വന്നു. തിരിച്ച് ഈ തളിപ്പറമ്പിലേക്ക് തിരിച്ച് യാത്ര ചോദിച്ച് കൈപിടിക്കുമ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചുകൊണ്ട് എന്നോട് പറഞ്ഞു, ഉസ്താദേ ഇനി ഒരൊറ്റ ആഗ്രഹമേ ഉള്ളൂ, എനിക്കൊന്ന് മദീനത്ത് എത്തണേ. ഞാൻ പറഞ്ഞു, പൊന്നുമോനെ സ്വലാത്ത് അധികരിപ്പിച്ചോ. തളിപ്പറമ്പിൽ വന്നിട്ടാണ് അത് പറഞ്ഞു. തിരൂരുള്ളത് ഇവിടെ പറഞ്ഞാൽ ആയിരിക്കും അത് വിട്ടതാണ് എന്ന് പറഞ്ഞു. കാരണം ഇപ്പോ വിടല് കുറച്ച് കൂടുതലുള്ള കാലം. അപ്പൊ ഐക്യങ്ങളാണ് ചേർത്തു. ഇത് ഞാൻ നാട്ടിൽ സംഭവിച്ചത് നാട്ടിൽ പറ ഷുക്കൂർ പൈസയോട് വെച്ചാൽ കുട്ടിനെ അറിയാം. അദ്ദേഹത്തിന്റെ ശിഷ്യനും കൂടിയാണ് മദ്രസയിൽ. ഞാനെന്തോ ഇത് പറയാൻ ഉദ്ദേശിച്ചല്ല, അറിയാതെ പൊട്ടിപ്പോയതാണ്. ഞാൻ സലാത്ത് കൊണ്ട് എന്തും സാധിക്കുന്നുള്ളതിന് തെളിവറിയാണ്. റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയപ്പോ ഞാൻ പറഞ്ഞു, മോനെ സ്വലാത്ത് അധികരിപ്പിച്ചോ എന്ന് പറഞ്ഞു. അന്ന് മുതൽ അവൻ സ്വലാത്തിന്റെ വല്ലാത്ത കൂട്ടുകാരനായി. അതൊരു ഹോബിയായി, ഹരമായി, ഒരു വേള ലഹരിയായി. പിന്നെ അവന് ജോലി കിട്ടുന്ന എവിടെയെന്നറിയോ? മദീനത്തേക്ക്. ഇപ്പൊ അവളുള്ളത് മദീനത്തെ ഫാമിലി അവിടെ തന്നെ. സുബ്ഹാനല്ലാഹ്. ആശിച്ച പോലെ ഇഷ്ടപ്പെട്ടത് നഷ്ടപ്പെടൂല, ഇഷ്ടപ്പെട്ടത് നഷ്ടപ്പെടൂ എന്നുള്ളതാണ് ഇപ്പൊ എല്ലാരും പേടി. ഇഷ്ടപ്പെട്ടത് നഷ്ടപ്പെട്ട് കഷ്ടപ്പെടാതിരിക്കാൻ കയ്യിൽ പിടിക്കേണ്ട സൂത്രവാക്യം മുഹമ്മദുൻ ദിക്റുഹു റൂഹുൽ അൻഫുസിനാ മുഹമ്മദുൻ ശുക്റുഹു ഫർളുൻ അലൽ ഉമമി. എന്റെ മദഹിന്റെ എല്ലാ പ്രസംഗങ്ങളും ഞാൻ കെട്ടിവരിയുന്ന 2 വരി പാട്ട് ഈ കവിതയാണ്. മുഹമ്മദുൻ ദിക്റുഹു റൂഹുൽ അൻഫുസിനാ മുഹമ്മദുൻ ശുക്റുഹു ഫർളുൻ അലൽ ഉമമി. മൗലായ. ചൂടുണ്ട്, എനിക്കും ചൂടുണ്ട്. ഞാൻ ഫാനൊക്കെ വേണ്ടി ഓഫാക്കിയതാ. ഞാനൊരു തണുപ്പിൽ വേണ്ടാന്ന് വെച്ചിട്ട്. ഈ ചൂട് നാളത്തെ ചൂടിന് സലാമത്തിന് കാരണമാവട്ടെ. അതുകൊണ്ട് മൗലായ സ്വല്ലി അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. റാബിയത്തുൽ അദവിയ പാതിരാവിനെ പകലാക്കി 100 റക്അത്ത് നിസ്കരിച്ചാനന്തരം പടച്ചവനോട് ഹൃദയം തുറന്ന് നെഞ്ചുപൊട്ടി പറയുകയാണ്, അല്ലാഹ് ഈ 100 റക്അത്ത് നിസ്കരിച്ച റാബിയ നാളെ പരകോട് ജനവിഭാഗം ഒരു ഉടുതുണിക്ക് മറുതുണിയില്ലാതെ ഒരുമിച്ച് കൂടുന്ന സന്ദർഭം. ഒരു നൂലുകൊണ്ട് പോലും നാണം മറക്കാത്ത സന്ദർഭമാണ്. ആയിഷ ഉമ്മ ചോദിച്ചു, ചാരിത്ര വിശുദ്ധിയുടെ പ്രതീകമായ ആയിഷ ഉമ്മ ചോദിച്ചു, നബിയേ ആരും നാണം മറക്കാതെ പരസ്പരം കൂടി നീങ്ങുമ്പോൾ ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഔറത്ത് കാണുകയില്ലേ? ആയിഷ ബീവിന്റെ ഒരു സംശയം നോക്കാൻ നിങ്ങൾ. അത്ര വിശുദ്ധയായിരുന്നു. 18-ാം വയസ്സിലെ റസൂൽ അങ്ങോട്ട് ഐഷാബിക്ക് 18 വയസ്സുള്ളപ്പോഴാണ് റസൂൽ വഫാത്താണ്. എന്നിട്ട് പിന്നെ നീണ്ട കാലം ആയിഷാബി ഒരു മനുഷ്യനെ കൊണ്ട് ഒന്നും പറയിപ്പിക്കാതെ ജീവിച്ചു. ഒരു അന്യാണിനെ അങ്ങോട്ട് നോക്കുകയോ ഒരു അന്യാണ് ഇങ്ങോട്ട് നോക്കുകയോ? നോ. സുബ്ഹാനമഞ്ചല്ലാ. പക്ഷെ ഇന്ന് പെണ്ണുങ്ങളെ കല്യാണ മണ്ഡപത്തിലേക്ക് പോകുന്ന പെണ്ണുങ്ങൾ എങ്ങനെ വരുന്നത് കണ്ടാൽ ഇത് പെണ്ണാണോ അതോ പുലിയാണോ നരിയാണോ സംശയമാണ്. മുമ്പിലുള്ള ചെറുപ്പക്കാരൊക്കെ തട്ടിമാറ്റി ഇനി ഉള്ളിലുള്ള ഒന്നും പുറത്തേക്ക് കാണിക്കാണ്ടാവില്ല. വസ്ത്രം ധരിച്ചാൽ തന്നെയും അങ്ങനെയാണ്. ചെറുപ്പക്കാരെ പോക കൂടി ഇങ്ങനെ അവരെ തലമൊക്കെ നോക്കിയാ യൂറോപ്യൻ ക്ലോസറ്റ് കണ്ട മാതിരിയാണ്. യൂറോപ്യൻ ക്ലോസറ്റ് അങ്ങനെയാണ്. ഇവിടെ ഒരു തണ്ട് മേലെ എങ്ങനെ പറഞ്ഞിട്ടു. ഇനി പോയൊന്ന് ഇരുന്ന് കൊടുത്താൽ മതി.
ഊരമ്മക്ക് അങ്ങനെ നോക്കിയാൽ കുമ്പിട്ടാല് ഭണ്ഡാരം തുറന്ന മാതിരി ഇനി ചില്ലറ പൈസ ഇട്ട് കൊടുത്താൽ മതി. പെണ്ണുങ്ങളെ പോക്കോ യാ റബ്ബ് വരുന്നത് കണ്ടാൽ പെണ്ണിന്റെ മുഴുവൻ സൗന്ദര്യവും നാണത്തിലാണ്. നാണമില്ലാത്ത പെണ്ണ് പെണ്ണല്ല, പുണ്ണാണ്, സമൂഹത്തിന്റെ പുണ്ണാണ്. മനസ്സിലാക്കിക്കോ. മിഅ്റാജിന്റെ രാത്രിയിൽ കുറെ പെണ്ണുങ്ങളെ മുസ്തഫ നബി കണ്ടപ്പോൾ ചിലരുടെയൊക്കെ മുടി പിടിച്ച് തൂക്കിയിട്ട് കരിക്കുകയാണ്. ചിലരുടെ മുടി പിടിച്ച് തൂക്കിയിട്ട് കരിക്കുകയാണ്. ആരാണ് ഈ പെണ്ണുങ്ങള്? അന്യ ആണുങ്ങളിലേക്ക് മുടി മറക്കാതെ വന്ന പെണ്ണുങ്ങളാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. ചില പെണ്ണുങ്ങളുടെ നാവ് നീട്ടിയിട്ട് കത്തിക്കാളുന്ന നരകത്തിൽ വെച്ച് കരിക്കുകയാണ്. ഏതാണ് ഈ പെണ്ണുങ്ങളെന്നറിയോ? വകാനത്തൂദി സൗജഹാ ബിലിസാനിഹാ. സ്വന്തം ഭർത്താവിനെ നാവ് കൊണ്ട് ഉപദ്രവിക്കുന്ന പെണ്ണാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഈ സാധനം പുറത്തു കിടുമ്പോ നല്ലോണം ശ്രദ്ധിച്ചോളി. ഇതിമ്മക്കൂടിയാണ് കെലിമ വരാള്. നമ്മൾ പറയുമ്പോ നമുക്കറിയില്ല, പ്രത്യേകിച്ച് ആലിമീങ്ങൾ, പ്രത്യേകിച്ച് തങ്ങന്മാരൊക്കെ ഗീബത്ത് പറയാനേ പാടില്ല ആരും, പ്രത്യേകിച്ച് സയ്യിദന്മാരെ ആലിമീങ്ങൾ. അത് നഞ്ഞാണ്. ആ പോയസം ശരിക്കും അറിയില്ല എപ്പോഴാണെന്നറിയോ? അവസാന ശ്വാസം പോകുമ്പോഴാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഒന്ന് ആമീൻ പറഞ്ഞേക്ക്, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഒന്നും കൂടി പറഞ്ഞേക്ക്, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഇനിയും പറഞ്ഞോളി, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ്. നബിമാമിനെ ഒരു ആലിം ചീത്ത പറഞ്ഞു. അന്ന് വലിയ ആളാണ്. ഈ ചീത്ത പറഞ്ഞ ആലിമ് വലിയ ആളാണ്. ചീത്ത പറയാൻ കാരണം എന്താ അറിയോ? ഇമാം നബിക്ക് ചില വിഷയത്തിൽ ചില മസലകളുണ്ട്, അതിസൂക്ഷ്മമായ ചില വിഷയത്തിൽ ഒറ്റപ്പെട്ട സൂക്ഷ്മതയുള്ള ചില വീക്ഷണങ്ങളുണ്ട്. ഉദാഹരണം, താടി മീശയില്ലാത്ത കുട്ടികളെ കാണൽ ഹറാമാണെന്നൊരു അഭിപ്രായം ഇമാം നബിക്കുണ്ട്. എന്നാൽ അത് മാനസിക ഇക്കിളിയോടുകൂടി കണ്ടാലേ ഹറാമുള്ളൂ എന്നതാണ് പ്രബല വീക്ഷണം. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് മനസ്സിലായോ? മനസ്സിനൊരു ഇക്കിളി ഉണ്ടായിട്ട് കാണുന്നതാണ് കുഴപ്പമെന്നാണ്. പക്ഷെ നബിമാം പറഞ്ഞു പോയി അല്ലെങ്കിലും കാണണ്ടെന്ന് പറഞ്ഞു. ഇതിന് അന്നത്തെ ഒരു ആലിം അതിശക്തമായിട്ട് വിമർശിച്ചു. വലിയ ആളാണ്. ഹദീസുകളൊക്കെ മനപ്പാടാക്കി സനത് സമയം സനതോടുകൂടി ഇരുന്ന ഇരിപ്പിൽ ഒറ്റ പറച്ചിൽ പറഞ്ഞ ആളാണ്. പക്ഷേ നബിമാമിനെതിരെ നാവ് ഓങ്ങി അവരൊറ്റ കാരണത്താൽ അദ്ദേഹം വഫാത്താകുന്ന സമയത്ത് പ്രയാസപ്പെട്ടു. മാത്രല്ല, വഫാത്തായ ആ മഹാനായ പണ്ഡിതന്റെ, ചെറിയ ആളല്ല വലിയ ആളാണ്, ആ പണ്ഡിതന്റെ മയ്യത്ത് ജനങ്ങളൊക്കെ കുളിപ്പിച്ചുകൊണ്ട് കഫൻ ചെയ്യാൻ പുറത്തെടുത്തപ്പോൾ കഫൻ ചെയ്യുന്ന സമയത്ത് നീണ്ട പൂച്ചയെ പോലെയുള്ള ഒരു മൃഗം എവിടെ നിന്നോ ഓടി വരികയാണ്. എന്നിട്ട് ഈ ആലിമായ മയ്യത്തിന്റെ വായ ആ മൃഗത്തിന്റെ നഖം കൊണ്ട് പിളർത്തിയിട്ട് ആ നാവങ്ങ് കടിച്ചെടുത്ത് മുറിച്ചെടുത്ത് ഈ പൂച്ച അങ്ങ് ഓടുകയാ. ഈ ആലിമ ഖബറിൽ പോയി കിടന്നത് നാവില്ലാതെയാണ്. കാരണം നവമീമാമിനെ ഗീബത്ത് പറഞ്ഞതാ. മറക്കണ്ട. ഞാൻ കേട്ടിട്ടുണ്ട് ഒരു പണ്ഡിതൻ പറയുന്നത്, എന്നോട് പറയുന്നത് കേട്ടിട്ടുണ്ട്. മഹാനായ വലിയുള്ളാഹി ശംസുൽ ഉലമയ്ക്ക് എന്തോ ഒരു ചർച്ചയിൽ പിടിക്കാത്ത കാരണത്താൽ ശുണ്ടി കയറിയിട്ട് ഒരു ധനാഢ്യൻ, അഹങ്കാരിയായ ധനാഢ്യൻ ശംസുൽ ഉലമയെ വിളിച്ചു, നായന്റെ മോനെ. എന്നോടൊരു ഉസ്താദ് പറഞ്ഞതാണ്, ഞാൻ വായിച്ചതല്ല. പിന്നെ ഇദ്ദേഹം മരിക്കാൻ കിടക്കുന്ന സമയത്ത് തൽക്കീം ചൊല്ലിക്കൊടുത്തിട്ട് ചൊല്ലുന്നില്ല. മുന്നിലുള്ള മുഴുവൻ ആളുകൾ കേൾക്കുമാറി മനുഷ്യൻ പറഞ്ഞത് നായന്റെ മോനെ, നായന്റെ മോനെ എന്ന് പറഞ്ഞുകൊണ്ടങ്ങ് മരിച്ചു. ആലിമീങ്ങളുടെയും സയ്യിദന്മാരുടെയും ഇറച്ചി തിന്നുമ്പോൾ ശ്രദ്ധിക്കണേ, ഒരു മുസ്ലിമിനെയും ഗീബത്ത് പറയല്ലേ. അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി നബിയുനാ റസൂലുള്ളാഹി. ഉമ്മമാരെ, ദ്വീപിൽ മഹാനായ ഖാസിം വലിയുള്ള എന്ന് പറയുന്ന ഒരു മഹാനുണ്ട്.
4 ദിവസം മുമ്പ് ദ്വീപിൽ അവരുടെ ഖബർ ഞാൻ സിയാറത്ത് ചെയ്തിട്ടുണ്ട്. വല്ലാത്ത മഹാനാണ്. ദ്വീപുകാർക്ക് തൗഹീദിന്റെ വെള്ളി വെളിച്ചം വിതുറുന്നതില്, പ്രഥമ സ്ഥാനീയനായ അവരെ പ്രബോധിപ്പിക്കുന്നതില് വിജയിച്ച മഹാനായ ഖാസിം വലിയുള്ളാഹ്. അവര് ഒരു ലഹരിയുമായി ബന്ധപ്പെടൂല. ഇനി ലഹരി ഇല്ലെങ്കിൽ തന്നെ അവര് ഇതാ നമ്മുടെ ബീഡിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന, പുകവലിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഇലയും മണക്കാത്ത ആളാണ്. അതിന് കാരണം അവര് തീരെ പുകവലിക്കൂല എന്ന് മാത്രമല്ല, ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന ഇലയും പോലും മണക്കൂല. അതിന് കാരണം എന്താ അറിയോ? അവർ കാട്ടിൽ പാർത്തിന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അന്ന് അവരുടെ ഭക്ഷണം കാട്ടിലെ ഇലകളായിരുന്നു. ഒരിക്കൽ ആ ഇലകളുടെ കൂട്ടത്തിൽ തേയില കഷ്ണം പെട്ടു. തേയില കഷ്ണം പെട്ട കാരണത്താൽ അന്ന് രാത്രിയിൽ കാട്ടിൽ ഇറങ്ങിയിട്ടുള്ള മഹാന് തഹജ്ജുദ് നഷ്ടപ്പെട്ടു. സുബഹി നഷ്ടപ്പെട്ടില്ല, തഹജ്ജുദ്. അക്കാരണത്താൽ തീരുമാനിച്ചു ഇനി ഇത് മണക്കുക പോലും ഇല്ലാതെ. പിന്നെ അതിന്റെ ഇല ഭയങ്കര ദേശീയായി. ഇന്നും പറയപ്പെടുന്നു അവരെ ഖബറുകളിൽ പോയിട്ട് അഹങ്കാരത്തോടെ ആരെങ്കിലും പുക വലിച്ചാൽ അവൻ ബോധം കെട്ട് വീഴുമെന്ന് ദ്വീപുകാര് പറയുന്നു. ഞാനാ വിശ്വസിക്കുന്നു, നിങ്ങൾക്ക് വേണമെങ്കിൽ വിശ്വസിക്കാം. ഈമാങ്കാരി ഇസ്ലാംകാരി ഒന്നല്ല, ദ്വീപുകാർ പറയും. ഞാൻ വിശ്വസിക്കുന്നു, നിങ്ങൾക്ക് വേണമെങ്കിൽ വിശ്വസിക്കാത്തല്ല, അത്രേ ഉള്ളൂ. പക്ഷെ ഒരു സംഭവം ഉണ്ടായി. അവരുമായി ബന്ധപ്പെട്ട ഒരാള് ഒരിക്കൽ പുക വലിച്ചിട്ട് അവരെ മുമ്പ് കൊന്നു. അപ്പൊ അവര് പറഞ്ഞു ഈ പുക വലിച്ചില്ലേന്ന് വെച്ചു. ഇല്ല എന്ന് പറഞ്ഞു, കള്ളം പറഞ്ഞു. നമുക്ക് കള്ളം പറഞ്ഞതിന് എന്തെങ്കിലും ഒരു അഡ്രസ്, ഒരു അഡ്രസ്സും ഇല്ല. പിരിവിന് വരികയാണ് കാര്യം. ഉസ്താദും സെക്രട്ടറി ഒക്കെ കൂടി അവള് പൊളിച്ചിട്ട് അപ്പൊ കാണാ റൂമിൽ പോയിട്ട് കട്ടിന്റെ അടിയിൽ കൂന്നിട്ട് മോനോട് പറയും ഞാൻ ഇവിടെ ഇല്ല എന്ന് പറഞ്ഞാളെ. മൂപ്പര് കളവ് പറഞ്ഞെന്ന് മാത്രല്ല, മോനെ കളവ് പറയാൻ പ്രേരിപ്പിക്കും ചെയ്തു. ഇരട്ട ശിക്ഷ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഈ കുട്ടിയതാ മഹാനായ ഖാസിം വലിയുള്ളാഹിയുടെ മുമ്പിൽ പറഞ്ഞു, ഉസ്താദേ ഞാൻ വലിച്ചിട്ടില്ല. പിന്നെയും ചോദിച്ചു നീ വലിച്ചിട്ടില്ല? ഇല്ല. ഈ കുട്ടിന്റെ നാവ് 3 ഇതളുകളായി പുറത്ത് കണ്ട് ചാടി ഇത്ര നീളത്തില്. അപ്പൊ അതിനൊക്കെ പറ്റും. ഇത്ര നീളത്തിൽ പുറത്തേടി. വാപ്പ കരഞ്ഞു, ഉമ്മ കരഞ്ഞു. ഈ സാധനം നല്ലോ നീളും. ആഹാ, എന്നോട് ഒരിക്കലും കാതറാജി എന്ന് പറഞ്ഞ ഒരാളുണ്ട്, എനിക്ക് പരിചയമുള്ള ആളാ. അദ്ദേഹം പറഞ്ഞു ഉസ്താദേ നാവൊക്കെ എത്ര നീളുന്ന് ഞാൻ നേരിട്ട് കണ്ടു. ഒരു ചെറുപ്പക്കാരൻ മരിക്കണ സമയത്ത് അറ്റാക്ക് കുടിച്ചിട്ട് മരിക്കണ്, കാലും കൈയിട്ടടിച്ചിട്ട് നാവ് കണ്ട് പുറത്തേടി ഇത്ര വലിപ്പുണ്ടായിരുന്നു. അത് ചാടണമെങ്കിൽ ചാടും മക്കളെ. അല്ലാഹു നമ്മുടെ നാവൊക്കൊന്ന് ഒതുക്കി തരട്ടെ. അതിന് നമ്മുടെ നാവ് നാമായിട്ടൊന്നൊതുക്കണേ. ഇത് സ്വലാത്ത് ചൊല്ലാനുള്ളതാണ്, ഇത് ദിക്ർ ചൊല്ലാനുള്ളതാണ്, ഇത് ഖുർആൻ ഓതാനുള്ളതാണ്, ഇത് അംറും ബിൽ മഅറൂഫ് വനഹ്യുൻ അനിൽ മുൻകറിനുള്ളതാണ്. ഇത് കദിബിനോ ഗീബത്തിനോ ഉള്ളതല്ല, ഇത് അസഭ്യം പറയാനുള്ളതല്ല. ചില പെങ്ങന്മാരുടെ നാവ് പിടിച്ചു നീട്ടുകയാണ്. കാരണം ഈ പെണ്ണ് ആരാന്നറിയോ? ഭർത്താവിനെതിരെ നാവ് കൊണ്ട് അപമര്യാദയായ വാക്കുകൾ ഓങ്ങിയ തൊടുത്തുവിട്ട പെണ്ണാണെന്ന് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. കഷ്ടപ്പെടുന്ന ഭർത്താവ് 30 കൊല്ലം അബൂദാബിയിലാണ്, 35 കൊല്ലം കുവൈത്തിലാണ്. ഇപ്പോൾ അസുഖമായി പണിക്ക് പോകുമ്പോൾ തലകറങ്ങുകയാണ്. തിരിച്ച് നാട്ടിൽ വന്നതാണ്. അപ്പോൾ അബൂദാബിയിലും കുവൈറ്റിലും ബഹ്റൈനിലും ഒമാനിലും ഖത്തറിലും ഒക്കെ പണിയെടുക്കുമ്പോൾ സുഖസുന്ദരമായി പണം അഴിച്ചു കൊടുത്തുകൊണ്ട് നന്നായി വെരി ഹാപ്പി ലൈഫ് അനുഭവിച്ച ഭാര്യയാണ്. സുഖമില്ലാതെ തിരിച്ചു വരുന്ന ഭർത്താവിനെ നോക്കി ഇങ്ങനെ പൊരയിലിരുന്നാൽ ആരാണ് മുണങ്ങാൻ കൊണ്ടുവരാ എന്ന് ചോദിച്ചുകൊണ്ട് കട്ടപ്പെട്ട് ദുഃഖിക്കുന്ന തപിക്കുന്ന ഹൃദയമുള്ള ഭർത്താവിന്റെ തലകത്തുന്ന വർത്തമാനം പറഞ്ഞ് ഭർത്താവിനെ ദുഃഖഭരിതരാക്കുന്ന പെണ്ണേ, ഈ നാവ് പിടിച്ച് തൂക്കിയിട്ട് നാളെ കത്തിക്കാളുന്ന നരകത്തിൽ കരിക്കപ്പെടുമേ. പറഞ്ഞത് ഞാനല്ല, നബിയുനാ റസൂലുള്ളാഹി. അന്നബിയ ഹാദിറു വലമു ഇൽമൽ യഖീൻ അന്ന റബ്ബൽ ആലമീൻ ഫറള സല്ല അലൈഹി അന്ന റബ്ബൽ ആലമീൻ ഫറള സല്ല അലൈഹി.
അല്ലാഹ് 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 നബിയുനാ റസൂലുള്ളാഹി. അതുകൊണ്ട് കളവ് പറയരുത്. ഈ വേദിയിൽ വന്ന് പോകുമ്പോൾ ഞാൻ കൃതാർത്ഥനാണ്, ഞാൻ അഭിമാനത്തോടെ ഓർക്കുകയാണ്. ജ്യേഷ്ഠനും അനുജനുമായ 2 കൊച്ചുമക്കൾക്ക് ഈ പാവപ്പെട്ടവന്റെ കയ്യാൽ ഒരു അനുമോദനത്തിന്റെ സാധനം കൈമാറി. ഞാൻ ചോദിച്ചു, ഇത് എന്തിനാണ്? വളരെ വലിയ ഒരു തുക കളഞ്ഞു കിട്ടിയപ്പോൾ അതിന്റെ ഉടമസ്ഥന് തിരിച്ചു കൊടുത്ത വിശ്വസ്തതയുടെ പേരിലാണ്. പൊന്നുമക്കളെ, 40 കൊല്ലം അല്ലാഹുവിന്റെ റസൂൽ മക്കയിൽ നിസ്കാരം പറഞ്ഞില്ല, നോമ്പ് പറഞ്ഞില്ല, ഞാൻ റസൂലാണ് എന്നും പറഞ്ഞില്ല. 40 കൊല്ലം റസൂലുള്ള തെളിയിച്ചത് അന അമീൻ എന്ന് മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കാനുള്ള വിശ്വസ്തതയുടെ സത്യസന്ധമായ പവിത്ര ജീവിതത്തിന്റെ ചിട്ടയൊത്ത വടിവൊത്ത സംസ്കാരത്തെ കെട്ടിപ്പടുത്തു. ലോകത്തിന്റെ അമ്പിളിയെ, ഹൃദയങ്ങളുടെ താമരപ്പൂവേ, തൗഹീദിന്റെ അർത്ഥസാരമേ, അന്തസത്തേ, അല്ലാഹുവിന്റെ മുത്തേ, ലോകത്തിന്റെ സത്തേ, കടലിലും കരയിലും മണ്ണിലും വിണ്ണിലും ഇഹത്തിലും പരത്തിലും പ്രതാപമേ, മുഹമ്മദുൻ വിക്റുഹു റൂഹുൽ അൻഫുസിനാ മുഹമ്മദുൻ ശുക്റുഹു ഫർദുൻ അലൽ ഉമമി മൗലായ. ഉമ്മാന്റെ വളമുറിച്ചുകൊണ്ട് കഞ്ചാവ് വലിക്കുന്ന 12കാരൻ പേപ്പറിൽ പ്രത്യക്ഷപ്പെടുന്ന ഈ കാലത്ത്, പെങ്ങൾ കുളിക്കുന്ന സ്ഥലത്ത് ഒളിക്യാമറ വെച്ചുകൊണ്ട് പെങ്ങളുടെ മോശപ്പെട്ട ഭാഗങ്ങൾ, അശ്ലീലതകള്, പെങ്ങളുടെ ഔറത്തിന്റെ നഗ്നമായ ഭാഗങ്ങൾ ഫോട്ടോ എടുത്തുകൊണ്ട് സെക്സ് റാക്കറ്റിന് വിറ്റുകൊണ്ട് അവരെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുള്ള പണം കൊണ്ട് കഞ്ചാവ് വലിച്ച് മൂക്കിലൂടെ പുകവിട്ട് നടക്കുന്ന, കാലിന്റെ ചുവപ്പ് മാറാത്ത പിച്ച വെച്ച് വളരുന്ന കൊച്ചുമക്കളാൽ മഹല്ലുകൾ മലീമസമാകുമ്പോൾ ഈ 2 കുട്ടികളെ ഞാൻ അഭിനന്ദിക്കുകയാണ്. അല്ലാഹുവേ, അവരെയും ഞങ്ങളെയും നീ നന്നാക്കണേ തമ്പുരാനെ. ബിന്നബിയിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഉമ്മമാരെ, പെങ്ങന്മാരെ, മക്കളെ, നമ്മുടെയൊക്കെ ഈ സംഗമത്തിന്റെയും സംസാരത്തിന്റെയും സംരംഭത്തിന്റെയും സംഭാവനയുടെയും സന്തോഷത്തിന്റെയും എല്ലാം ആത്യന്തികമായ ലക്ഷ്യം മൻകാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന നബിയുനാ റസൂലുള്ളാഹി. ഒരു 3 സ്വലാത്ത് ഉറക്കെ ചൊല്ലുമോ? സല്ലല്ലാഹു അലാ മുഹമ്മദ്. اللهم صل على محمد يا ربي صل عليه وسلم. പടച്ചവനെ, മുഹമ്മദീയ മഹബത്തിന്റെ പരിമളം തൂകുന്ന വിശുദ്ധമായ ഈ സ്വർഗീയ ഭൂമികയിൽ പങ്കെടുത്ത ഞങ്ങളെ എല്ലാവരെയും നിന്റെ മഹളായ ഫദ്ല് കൊണ്ട്, നിന്റെ ഹബീബിന്റെ ബറക്കത്ത് കൊണ്ട്, അംബിയാ മുർസലീങ്ങളുടെ ബറക്കത്ത് കൊണ്ട്, അവിടുത്തെ അസ്ഹാബിന്റെ ബറക്കത്ത് കൊണ്ട്, നിന്റെ ഔലിയാക്കളുടെ ബറക്കത്ത് കൊണ്ട്, ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടവരും അല്ലാത്തവരുമായ ഹവാസിന്റെ, അതിൽ ആണുങ്ങളുടെ പെണ്ണുങ്ങളുടെ ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട്, സ്വലാത്തിന്റെ പുണ്യം കൊണ്ട് റബ്ബേ, ഞങ്ങൾ ഇക്കാലം അത്രയും ചെറുതും വലുതും രഹസ്യ പരസ്യമായി ചെയ്തു കൂട്ടിയിട്ടുള്ള സമസ്ത തെറ്റ് കൂമ്പാരങ്ങളുടെ ഹിമാലയവും ഈ സദസ്സിൽ വെച്ച് നീ തകർക്കണേ അല്ലാഹ്, തരിപ്പണമാക്കണേ അല്ലാഹ്. തെറ്റുകൾ സൃഷ്ടിച്ച ഹൃദയത്തിന്റെ കറുത്ത പാടുകളും പുള്ളികളും മുഖല്ലിബുൽ ഖുലൂബേ നീ ഒന്ന് കഴുകി വൃത്തിയാക്കണേ അല്ലാഹ്. ശിർക്കിൽ നിന്ന്, കുഫറിൽ നിന്ന്, റിയായിൽ നിന്ന്, വിദ്അത്തിൽ നിന്ന്, വലാലത്തിൽ നിന്ന്, കിബ്റിൽ നിന്ന്, ഹസദിൽ നിന്ന്, ഹിർസിൽ നിന്ന്, ഉജ്ബിൽ നിന്ന്, അദാവത്തിൽ നിന്ന്, ശഹവത്തിൽ നിന്ന്, ഖവാത്തിറിൽ നിന്ന്, വസ്വാസുകളിൽ നിന്ന് ഞങ്ങളെ നീ സലാമത്താക്കണേ അല്ലാഹ്.
അറ്റാക്ക്, ക്യാൻസർ, പന്നിപ്പനി, പക്ഷിപ്പനി, ഡെങ്കിപ്പനി, എലിക്കപ്പനി, തക്കാളിപ്പനി, നിപ വൈറസ് ഞങ്ങളുടെ ശരീരത്തിൽ നീ നൽകി പരീക്ഷിക്കല്ല അല്ലാ. കടത്തിൽ കൊടുക്കല്ല അല്ലാ. ശത്രുക്കളാൽ ഇളിപ്പരാക്കല്ലേ അല്ലാ. നബിയിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നാം ഒരു പ്രണയത്തിന്റെ യാത്ര നടത്തുകയാണ് മദീനയിലേക്ക്. നിങ്ങളൊപ്പം വരൂലേ? ഒരു സ്നേഹത്തിന്റെ യാത്ര നടത്തണം മദീനത്തേക്ക്. വളരെ പെട്ടെന്ന് ഞാൻ അവസാനിപ്പിക്കും. മത് തന്ന എന്റെ പ്രസംഗം അങ്ങനെയാണ്. പത്രക്കട്ടിങ്ങും മറ്റുള്ള കാര്യങ്ങളും അല്ലാതെ മത് തന്ന പിന്നെ മദഹിന്റെ ഒരു ലയായിരിക്കും. അതിന്റെ ഒരു സ്വഭാവമാണ്. അതാണ് പ്രതീക്ഷ. അതാണ് പ്രതീക്ഷ. നമ്മുടെ പ്രതീക്ഷ ഈ ഇഷ്കിന്റെ മിസ്ക് കുടിക്കലാണ്. ഈ മിസ്ക് ആസ്വദിക്കലാണ്. ഈ വീഞ്ഞ് കുടിക്കണം. ഈ മുന്തിരിച്ചാറ് വിഴുങ്ങണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. റബീഉൽ 12 ആയപ്പോഴേക്ക് ജാസ്മിൻ പൂ മണക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അതിനിടക്ക് ബക്കറ്റ് വരണുണ്ട്. അത് നല്ലൊന്ന് കണ്ടറിയണത് നല്ലതാണ്. വേണ്ട റസൂലുള്ളാഹിക്ക് വേണ്ടിയിട്ട് നിങ്ങളാൽ കഴിയുന്ന വലിയ സംഖ്യ എല്ലാവരും ഇട്ട് കൊടുക്കി. ചെറുതാക്കണ്ട. ബിസ്മില്ലാ. വലിയ വലിയ സംഖ്യ അത് നല്ലതാണ്. നല്ല നിയ്യത്ത് വെച്ചോളി. നമ്മളെ സ്റ്റേഷന്റെ കുട്ടികളാണ്. അല്ലാഹു തആല അവർക്ക് ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യും. ഈ കുട്ടിയാണ് എന്നെ സ്റ്റേഷനിൽ ഒന്ന് കൊടുക്കുന്നത്. സുബ്ഹാനല്ലാഹ്, എന്തൊരു സ്പീഡാണെന്നറിയാം. അപ്പൊ ആയിക്കോട്ടെ. നിങ്ങൾ ശ്രദ്ധിച്ചാലേ പറയുള്ളൂ. വോയിസ് വളരെ പ്രധാനമാണ്. ശ്രദ്ധിച്ചില്ലെങ്കിൽ ഞാൻ എന്റെ വാതിലടക്കും. പിന്നെ നിങ്ങൾ ശ്രദ്ധ വരുമ്പോ എന്റെ ഡോർ ഞാൻ തുറക്കും. അപ്പൊ നിങ്ങൾ എന്താ, നിങ്ങളെ അവസ്ഥ എന്താ? നിങ്ങളെ അവസ്ഥ എന്താ? ഇവിടെ ഇരിക്കലും ചോറ്റും പാത്രത്തൊക്കെ കൽപ്പുണോ? കസാരയിൽ ഇരിക്കാന്നിട്ട് ഷവർമയും ഓർക്കുക, തന്തൂരിമൊക്കെ പോവുക. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ ഞാൻ പറയുന്ന വിഷയത്തിൽ തലയും കൽബും തന്നാ ബാക്കി ഞാൻ തുടരാം. റെഡി അല്ലേ? അറ്റൻഷൻ, കൽബുകൊണ്ടുള്ള അറ്റൻഷൻ, ശരീരം കൊണ്ടല്ല. ശരീരത്തിന്റെ കുലുക്കം കൂടി കൽബ് ഉറങ്ങിക്കെടുക്കണം. ഇപ്പൊ അതാണ് ശരീരത്തിന്റെ ചാട്ടം, കൽബിന്റെ ഉറക്കം. അതാണ് ഇന്നത്തെ ഏറ്റവും വലിയ മുസീബത്ത്. ശരീരം നന്നായിട്ട് ഇളകുന്നു, പക്ഷെ കൽബിന് ഒരൽക്കില്ല. സൽസലത്ത് വേണ്ടത് കൽബിലാണ്. ഇന്നമൽ മുഅ്മിനൂന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. ഒരു ഖുർആനിന്റെ ആയത്ത് കേട്ടുകൊണ്ട് ഹൃദയം തകർന്ന് മരിച്ചുപോയവരുണ്ട്. അറിയുമോ? ഖുർആന്റെ ആയത്ത് കേട്ട് ഹൃദയം തകർന്ന് മരിച്ചുപോയവരുണ്ട്. സ്വഹാബാക്കളിലുണ്ട്, ഔലിയാക്കളിലുണ്ട്, ആണുങ്ങളിലുണ്ട്, പെണ്ണുങ്ങളിലുണ്ട്. മൈമൂന ബി വഫാത്തായത് ഖുർആന്റെ ആയത്ത് കേട്ട് ഹൃദയം തകർന്നുകൊണ്ടാണ്. അങ്ങനെയുണ്ട്. നമുക്കിന്ന് ഹൃദയത്തിനൊരു കുലുക്കമില്ല. കുലുങ്ങാണെങ്കിൽ മേനി കുലുങ്ങും. സുബ്ഹാനല്ലാഹ്. മേനി കുലുക്കി നടക്കാതെ ഹൃദയം കുലുക്കുമോ? അള്ളാനോർത്ത് കുലുങ്ങുകയും അടങ്ങുകയും വേണം, കുലുങ്ങുകയും വേണം. രണ്ടിനും ആദ്യം അള്ളയാണ്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അതും അള്ളയാണ്. ശാന്തായി നീ കുലുങ്ങുമ്പോഴും അല്ല. അല്ല അറിയണേ, ബിദിക്രില്ല, അള്ളാനെ ഓർത്താലേ ഹൃദയം അടങ്ങുള്ളൂ. ഹൃദയം സമുദ്രത്തിലെ കപ്പൽ പോലെയാണ്. അങ്ങനെ ആടി ഉലയും നങ്കൂരട്ട അങ്ങോട്ട് നിൽക്കും. ഹൃദയത്തെ നങ്കൂരമിടുന്ന കയറാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. എല്ലാ ബലാലും ആഫത്തും ഇടങ്ങേറുകൾ മുസീബത്തും ബദരീങ്ങളെ ബറകത്തിനാൽ യമൈ കാക്കണം യാ റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു. ദണ്ണം വബാവാ സൂരിയും മറ്റുള്ള ദീനമടങ്കലും ബദരീങ്ങളെ ബറകത്തിനാൽ ശിഫയാക്കണം യാ റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു. ദാഹമൗത്തത് കൂട്ടിടും ഇബ്ലീസ് കോസിനെ കാട്ടിടും. നേരം ലഈനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു.
ഇതിങ്ങനെ ചൊല്ലി 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 അവസാനം ഇതിന്ന് ഒന്ന് മരിക്കണ സമയത്ത് അള്ള കൽബിലുണ്ട് ഇട്ടെന്നിട്ട് തൊണ്ടയിൽ കൂടെ കണ്ട് വന്നിട്ട് അങ്ങനെ ഒരു സമത്വം ആരും ഉണ്ടാക്കണ്ട. ഞാൻ ചോദിക്കട്ടെ ഒരിക്കൽ മദീനയിൽ മിമ്പറിൽ വെച്ചുകൊണ്ട് പറഞ്ഞു, ഇനി മഹർ എല്ലാവരും കുറച്ചോളൂ. കാരണം മഹറിന്റെ ഒരു ചർച്ചാ വിഷയമായി. നമ്മുടെ നാട്ടിലുള്ളത് പോലെ പെണ്ണുങ്ങളുടെ ഭാഗത്ത് നിന്ന് ചില നാട്ടിൽ സ്ത്രീധനം എന്ന പേരിൽ ആണുങ്ങൾ ഇങ്ങോട്ട് പിടിച്ചു വാങ്ങുകയാണ്. വളരെ ഹീനമായ പണമാണ്. എന്നാൽ ഇന്നും അറബ് നാട്ടിലുള്ളത് ആണുങ്ങളുടെ ഭാഗത്ത് നിന്ന് പെണ്ണുങ്ങൾക്ക് പണം കൊടുക്കലാണ്. അത് വല്ലാതെ കൂടിയപ്പോൾ ആണുങ്ങളുടെ ഇടയിൽ മുറുമുറുപ്പായി. ഉമർ ഇബ്നുൽ ഖത്താബ് പറഞ്ഞു, ഇനി മഹർ നിങ്ങൾ കുറച്ചോളൂ, കുറച്ചു കൊടുത്താൽ മതി. ആരാണ് പറഞ്ഞത്? ആരടാ എന്ന് എവിടെ വെച്ച് ചോദിച്ചാലും ഞാനടാ എന്ന് സടകുടഞ്ഞെഴുന്നേറ്റ് പറഞ്ഞ് ആരുടെയും മുഖം നോക്കാതെ ചെസ്റ്റ് വിടർത്തി മുഖം നിവർത്തി ആരുടെ മുമ്പിലും ചൂളാതെ ഉശരോടുകൂടി ശൂരതയോടെ വില്ലാളി വീരനായി വളരെ ഗർജനം നടത്തിയിരുന്ന വില്ലാളി വീര രണകേസരി പുലിക്കുട്ടി ഉമർ ഇബ്നുൽ ഖത്താബ്. പക്ഷേ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി വിശ്വാസത്തോടുകൂടി പിന്നെ ഖലീഫായപ്പോ എല്ലാരും കൂടി വിളിക്കാൻ തുടങ്ങി, ഈ അമീറുൽ മുഅ്മിനീൻ. അപ്പൊ പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ ആണെങ്കിൽ ഞാൻ സയ്യിദല്ലേ, സയ്യിദ് ആണെങ്കിൽ നിങ്ങളുടെ പാദസേവ ചെയ്യുന്ന പരിചാരകനാണ്, സയ്യിദുൽ ഖൗമി ഖാദിമുഹും. സുബ്ഹാനല്ലാഹ്. അവകാശവാദം പറയല്ല, നടത്തി കാണിച്ചു കൊടുത്തു. ഒരിക്കൽ തന്റെ നാട്ടിലൂടെ കുറച്ച് യാത്രക്കാര് കടന്നു പോകുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. പാതിരാവാണ്. അവരെല്ലാവരും രാത്രിയായപ്പോൾ ഒരു സ്ഥലത്ത് ഒരുമിച്ചുകൂടി തമ്പ് കെട്ടിയിട്ട് കിടക്കുകയാണ്. ഇത് ദൂരെ നിന്ന് കണ്ടു ഉമർ ഇബ്നുൽ ഖത്താബ്. പാതിരാവിന്റെ ഉള്ളറയിൽ നിശയുടെ നിശബ്ദതയിൽ ഭരണീയറിൽ ആരെങ്കിലും കട്ടപ്പെടുന്നു എന്നറിയാൻ തീഷ്ണമായ ഉഷ്ണവും ശക്തമായ ശൈത്യവും അവഗണിച്ചുകൊണ്ട് പരുക്കൻ കുപ്പായമിട്ട് മദീനയുടെ ഓരങ്ങളിലൂടെ കറങ്ങിയിരുന്ന ഒരാളെ കേൾക്കണോ? ഉമർ ഇബ്നുൽ ഖത്താബ്. മക്ക കണ്ട അറിയപ്പെട്ട റൗഡിയായിരുന്നു. മക്കയിലെ റൗഡികളുടെ ഹെഡായിരുന്നു ഉമർ ഇബ്നുൽ ഖത്താബ്. അടിക്കാര നേതാവായിരുന്നു. ഗുസ്തിക്കാര തറവാട്ട് മൂപ്പനായിരുന്നു. കൊമ്പൻ മീശ തറവാടിത്വത്തിന്റെ മേലാളനായിരുന്നു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. പിന്നീട് ആരായി മാറി? കാരണം മുഹമ്മദീയ മഹബ്ബത്തിന്റെ എസൻസ് കുടിച്ചു. മുഹമ്മദുൻ ദിക്റുഹു റൂഹുൽ അൻഫുസിനാ. നമ്മുടെ തൊണ്ടക്കും നമ്മുടെ ശ്വാസത്തിനും നമ്മുടെ ആത്മാവിനും നമ്മുടെ നാടിമിടിപ്പിനും ഒരു ജീവുണ്ട്. അത് അല്ലാഹുവിന്റെ റസൂൽ എന്ന റിസാലത്തിന്റെ ഓർമ്മയാണ്. അല്ലാഹുവേ, ആ പേരിൽ ഞങ്ങളെ ഹൃദയം നീ ലയിപ്പിക്കണേ അല്ലാഹ്. തന്റെ നാട്ടിലൂടെ കടന്നു പോകുന്ന ഒരു യാത്രാ സംഘം ടെന്റ് കെട്ടിയിട്ടതിൽ താമസിക്കുമ്പോൾ പാതിരാവിന്റെ ഉള്ളറയിൽ ആരും അറിയാതെ ആ യാത്രാ സംഘത്തിന്റെ ടെന്റിന്റെ ബാക്കില് സുബ്ഹി വരെ കാവൽ നിന്നു ഉമർ ഇബ്നുൽ ഖത്താബ്. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. ഇതേ മനുഷ്യനല്ലയോ പാതിരാവിൽ തൊൽഹ. ഞാനിപ്പോ ഈ വയലൊക്കെ കഴിഞ്ഞിട്ട് നാട്ടിലൊരു പെണ്ണ്, ഭർത്താവ് ഗൾഫിലുള്ള ഒരു പെണ്ണ് മാത്രമുള്ള പൊരയ്ക്ക് എന്റെ ട്രെയിൻ ഏതായാലും 12:02 അപ്പൊ നിങ്ങൾ പോയി എന്നുള്ള ഗ്യാപ്പിൽ 11:45 അങ്ങോട്ടൊന്നാണ് കയറിയ. നാളെ എനിക്ക് വയലിനാൻ പറ്റുമോ? അല്ലാഹ് ആക്കട്ടെ. ഇല്ലല്ലോ. പക്ഷെ ഇതങ്ങനല്ല കേട്ടോ, ഇതങ്ങനല്ല, തെറ്റിദ്ധരിക്കണ്ട. പ്രഥമ കാഴ്ചയിൽ ഒരു പെണ്ണ് മാത്രമുള്ള വീട്ടിലേക്ക് ഭർത്താവ് പാതിരാവിൽ കയറി പോവാണ്. കൊല്ലത്തിന്റെ ഉറക്കം കിട്ടില്ല. എന്തായിരിക്കും അങ്ങനെ ഉണ്ടല്ലോ. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ആളാണ്. അപ്പൊ വലിയ തെറ്റിദ്ധാരണ ഒന്നും ഉണ്ടാവില്ല. എന്നാലുണ്ടല്ലോ ഒരു ധാരണ അല്ലെങ്കിലും തോന്നലുണ്ട് എന്ന് അറിഞ്ഞില്ല.
അങ്ങനെ വാക്ക് കുനൂത്തോദന കുറെ ഉസ്താമാരാ ഞങ്ങളെ നാട്ടിലുള്ളത്, നമുക്ക് ഓലെ തുടരാൻ പറ്റുമെന്ന് വെച്ചു. അപ്പൊ ഇയാള് പറഞ്ഞു വേറെ പള്ളി ഉണ്ടാക്കിയിട്ട് തുടരാതെ നിസ്കരിക്കാൻ പറ്റുകയാണെങ്കിൽ കുനൂത്തോതാതെ മുണ്ടാതെ നിൽക്കണ്ടാണെന്നാണ് എനിക്ക് മനസ്സിലായത്. ഇനി ഓതിയാലും കുഴപ്പമില്ലാന്ന് തോന്നുന്നുണ്ട്. എങ്ങനെ കുനൂത്ത് ഓതുമ്പോ ഓതാതെ നിക്കണം എന്നാണ് മനസ്സിലാകുന്നത്. പിന്നെ ഓതിയാലും കുഴപ്പമില്ലാന്ന് തോന്നുന്നുണ്ട്. അത് മനസ്സിലാണ്, തോന്നണില്ല, തോന്നണേ മനസ്സിലാകണില്ല. അതാണ് മഹാന്മാരേറ്റ് കളിച്ചാലുള്ള കുഴപ്പം. അതാണ് തോന്നണേ മനസ്സിലാവില്ല, മനസ്സിലാണ് തോന്നുന്നില്ല. അങ്ങനെ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതേ മനുഷ്യനോട് നരകത്ത് പോകുന്ന ആകെ കൊടുങ്ങും. അപ്പൊ പറഞ്ഞു തീറ്റ രണ്ടായിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഒരൈറ്റം തൊള്ളേ കൂടി മറ്റേ ഐറ്റം മൂക്കു കൂടിയാണെന്ന്. അതല്ല, രണ്ടും തൊള്ളേ കൂടി തന്നെയാണ്, പക്ഷെ രണ്ടായിട്ടാണ്. അപ്പൊ ആൾക്കാർ വെച്ചാൽ എങ്ങനെയാന്ന് വെച്ചാൽ ഒന്ന് വിശപ്പടക്കാൻ വേണ്ടി തിന്ന, അതിനൊരു കുഴപ്പമില്ല. രണ്ടാമത്തത് ഇത് തിന്ന അതുകൊണ്ട് വലിയ നേട്ടം ഉണ്ടാവുന്ന വിശ്വസിച്ചുകൊണ്ട് തിന്ന, അത് വലാലത്താണ്. പടച്ചോൻ കാക്കട്ടെ. എങ്ങനെ വിശപ്പടക്കാൻ വേണ്ടി അല്ലെങ്കിൽ തന്നെ കളിയൊക്കെയാണ്. നാളെ ഒരാൾ പ്രസംഗിക്കുന്നുണ്ട് ഇവർക്കൊക്കെ കഴിക്കലാണ്. മൗലൂദ് കഴിക്കുക, റാത്തീബ് കഴിക്കുക, കുത്ബൈത്ത് കഴിക്കുക. അപ്പോ കഴിക്കുക എന്ന് പറഞ്ഞ പാകപ്രശ്നം. എന്നാ പിന്നെ മാർക്കം കഴിക്കുക എന്ന് പറയലുണ്ടല്ലോ, അതിന്റെ അർത്ഥം ബാക്കിയുള്ള അമുക്കെന്ന കഴിക്കുക എന്ന് പറഞ്ഞ പൊക്കായോ? ഞങ്ങള് അവിടെയൊക്കെ സാധാരണ ഇവിടെ അങ്ങനെ തന്നെ മാർക്കം കഴിക്കാന്നല്ല മാർക്കം. അതിന്റെ അർത്ഥം എന്താ? ഡോക്ടർ മുറിച്ചിട്ട് ബാക്കി അമുക്കെന്ന. അതൊരു പ്രയോഗല്ലേ, അതിനിപ്പോ നമ്മ കൂടേണ്ട കാര്യമുണ്ടോ? നമുക്ക് വലിയ ആനക്കാര്യം പോലെ ഇങ്ങനെ കളിയാക്കി പറയാണ്. ഇവര് കരുതിക്കുന്നതിനൊന്നും ഇപ്പൊ നമുക്ക് മറുപടി ഇല്ല. ഇതിന്റെ മേലെ മറുപടി തലയിൽ വെച്ചിട്ടാണ് ഈ പരിപാടിക്ക് ഒരുങ്ങിക്കണം. അറിയങ്ങള് എന്തെങ്കിലും പറഞ്ഞിട്ട് ഫയറ് മുടക്കാം. നാളെ ഒരാൾ എന്നോട് വിളിച്ച് ചോദിക്കുകയാണ്, ഉസ്താദെ നബിദിനൊക്കെ നടത്തിക്കോളി, ഒക്കെ ശരിയാണ്, പക്ഷേ തിങ്കളാഴ്ച അല്ലേ കൂടുതൽ റബീഉൽ 12 നടത്തല് പലരും. ആ തിങ്കളാഴ്ച ഭക്ഷണം വിളമ്പി കൊടുക്കല്ലേ, തിങ്കളാഴ്ച നോമ്പ് സുന്നത്തല്ലേ, അപ്പൊ ജനങ്ങളെ സുന്നത്ത് നോമ്പ് ഫസാദാക്കില്ല നിങ്ങള്. എങ്ങനെയുണ്ട് ചോദ്യം? അപ്പൊ ഞാൻ ചോദിച്ചു, അപ്പൊ ചങ്ങായി ഒറയിലാക്കി തരണ അപ്പൊ തന്നെ നക്കാൻ ആരെ പറഞ്ഞേ? മദ്രസയിൽ നിന്ന് ഒറയിലാക്കി തരല്ലേ, അത് അപ്പൊ തന്നെ സാപ്പിടാൻ ആരെ പറഞ്ഞേ? നോമ്പുള്ളവർക്ക് പരെ കൊണ്ടെടുത്തിട്ട് ഇപ്പൊ ഫ്രിഡ്ജൊക്കെ ഉള്ള സൗകര്യമുള്ള കാലല്ലേ, വൈകുന്നേരം നിന്നാ പോരത് അറിഞ്ഞപ്പോ. കാരണം എങ്ങനെ മറുപടി വളർത്തല്ല, എന്തെങ്കിലും പറഞ്ഞ് ഹൈറ് മുടക്കുക. അങ്ങനെ ഒരു കൗമ് അത് ആരാന്ന് ഞാൻ പറഞ്ഞില്ല. അവരാവുന്നതിനെ തൊട്ടും അവരുടെ ഷെറ് യേശുന്നതിനെ തൊട്ടും അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ബിന്നബിയിൽ മുസ്തഫ, ബിന്നബിയിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ഗണ്ണന പ്രഭാഷകനല്ല, വിമർശകനല്ല. ഞാൻ എന്റെ ഹബീബിന്റെ സുഹൃതങ്ങളെ കരിവാരിത്തേക്കുന്നവരോട് എന്റെ സങ്കടം എന്റെ ശൈലിയിൽ പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞു വെച്ച വിഷയത്തിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ്. തൊല്ലത്തിങ്ങനെ എണ്ണിച്ച് എന്താ പാതിരാവിൽ ഉമറിൽ കയറിക്കുന്നത്? നിർത്തേ, കുറച്ചും കൂടി പറയാ, കുറച്ചും കൂടി പറഞ്ഞൂടെ? പ്രഭാതം പൊട്ടിവിടർന്നപ്പോൾ തന്റെ വീട്ടിൽ നിന്ന് ഓടുകയാണ്. ഇവിടെ എന്താ നടന്നതെന്നൊന്നും അറിയണല്ലോ, ഇവിടെ എന്താ നടന്നതെന്നൊന്നും അറിയണ്ടേ? പ്രഭാതം പൊട്ടിവിടർന്ന് വീട്ടിൽ നിന്ന് ഓടുകയാണ്. ആ പൊളിഞ്ഞു വീഴാറായ കൊച്ചു കൂരക്ക് മുമ്പിൽ തൊലത്ത് ഇങ്ങനെ കറങ്ങുകയാണ്. ഒരനക്കവുമില്ല, കുട്ടികളുടെ ശബ്ദമില്ല, വലിയവരുടെ ശബ്ദമില്ല. അവസാനം ഉമർ ഇബ്നുൽ ഖത്താബ് ചാരി വെച്ച് പോയ ഒരു വാതിലുണ്ട്. ആ വാതിലിന്റെ ഉള്ളിലൂടെ ത്വൽഹത്ത് നോക്കി. അപ്പോഴും ആൾ പെരുമാറ്റമില്ല. ത്വൽഹത്ത് കവാടത്തിൽ മുട്ടി. ത്വൽഹത്ത് കവാടത്തിൽ മുട്ടി. അപ്പോൾ ഞരക്കം കേൾക്കുകയാണ്. ഒരു ചെറിയ ഞരക്കമാണ്. പിന്നെയും മുട്ടിയപ്പോഴും ഞരക്കമാണ്. ത്വൽഹത്തിന് മനസ്സിലായി എണീറ്റ് വന്ന് വാതിൽ തുറക്കാൻ കഴിവുള്ള ഒരാൾ ഇവിടെയില്ല. ത്വൽഹത്ത് തന്റെ കൈകൊണ്ട് ആ വാതിൽ പൊളിയൊന്നങ്ങ് നീക്കി ഉള്ളിലേക്ക് കടന്നപ്പോൾ ത്വൽഹത്ത് അങ്ങ് ഞെട്ടിവിറച്ചു. പടുവൃദ്ധയായ രോഗിണിയായ തൊലിച്ചുളിഞ്ഞ നടുവൊടിഞ്ഞ പ്ലാസ്റ്റിക്കിന്റെ ഉറ പോലെയുള്ള ഒരു ഉമ്മാമ ഒരു ചെറിയ പായയിൽ കടന്ന് ചക്രശ്വാസം വലിക്കുകയാണ്. ത്വൽഹത്തിന്റെ കണ്ണുകൾ നിറയുകയാണ്. ത്വൽഹത്ത് ചോദിച്ചു, ഉമ്മ നിങ്ങളുടെ വിശേഷം എന്താണ്? ഉമ്മ പറഞ്ഞു, എനിക്കാരുമില്ല. ത്വൽഹത്ത് ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാണ് കഴിയുന്നത് ഉമ്മ?
ഉമ്മ പറഞ്ഞു, മോനെ, ഈ മദീനയിൽ സത്യസന്ധനും സൽസ്വഭാവിയുമായ ഒരു ചുറുചുറുക്കുള്ള കർമ്മോത്സുകനായ ചെറുപ്പക്കാരനുണ്ട്. എല്ലാ ദിവസങ്ങളിലും പാതിരാവിൽ ആളുകൾ ഉറങ്ങിയാൽ ആ ചെറുപ്പക്കാരൻ എന്റെ വീട്ടിലെത്തുമേ, എന്നെ എടുത്ത് കുളിപ്പിക്കുമേ, ഞാൻ കാഷ്ടിച്ച മലമൊക്കെ ആ ചെറുപ്പക്കാരന്റെ കൈകൊണ്ട് വൃത്തിയാക്കുമേ. എന്നിട്ട് എന്നെ മടിയിലിരുത്തിയിട്ട് അദ്ദേഹത്തിന്റെ തോളിലേക്ക് എന്നെ ചാരിയിരുത്തിയിട്ട് അദ്ദേഹം കൊണ്ടുവന്ന ചപ്പാത്തിയും ഇറച്ചിയും എന്റെ വായിൽ തന്ന് കഴിച്ച ഉമ്മ എന്ന് പറഞ്ഞ് എന്റെ നെഞ്ചും വയറും തടവിയിട്ട് എന്നെ കൊണ്ട് കഴിപ്പിച്ച് എനിക്ക് വെള്ളം കുടിപ്പിച്ച് എന്നും രാത്രിയിൽ എനിക്ക് ട്രീറ്റ്മെന്റ് നടത്തുന്ന, സ്നേഹിച്ച് എന്നെ വല്ലാതെ സേവിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ഈ നാട്ടിലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിലനിൽക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ കണ്ണിൽ നിന്ന് ധാരയായി കവിൾത്തടങ്ങളിലൂടെ കണ്ണുനീർ തുള്ളികൾ ഉറ്റി ഉറ്റി വീഴുന്ന ത്വൽഹത്ത് ചോദിച്ചു, ഉമ്മ, ആ ചെറുപ്പക്കാരൻ ആരാണെന്ന് അങ്ങേക്കറിയുമോ? തള്ള പറഞ്ഞു, ഞാൻ എല്ലാ ദിവസങ്ങളിലും പരിചയപ്പെടാൻ പേര് ചോദിക്കും, പേര് എന്നോട് പറഞ്ഞിട്ടില്ല. ത്വൽഹത്ത് പറഞ്ഞു, ഉമ്മ, അത് അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ്. പൊന്നുമോനെ, അല്ലാഹു തലയിൽ കയറിയ ഈ പണിയും എടുക്കും, അതിന്റെ മേലെയും എടുക്കും. ഈ മനുഷ്യനാരായിരുന്നു? മക്ക കണ്ട റൗഡികളുടെ നേതാവായിരുന്നു. ആ മനുഷ്യനാണ് പാതിരാവിൽ പതുങ്ങി ആരും അറിയാതെ ഉമ്മാമാന്റെ മലം പേറാന് തന്റെ കൈ ഉപയോഗപ്പെടുത്തിയത് എന്ന് പറഞ്ഞാൽ അവരുടെ ഇടയിൽ എന്ത് പ്രവർത്തനമാണ് അല്ലാഹുവിന്റെ റസൂൽ കാഴ്ചവെച്ചത്? ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം യത്ലൂ അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ നമുക്കും ചെന്ന് ചേരാനുള്ളത് ഈ പരിശുദ്ധ റസൂലിലാണ്. ഇവിടെ ഹയാത്തിന്റെ പൂർവാഹനത്തിൽ കഴിയുന്നവരുണ്ട്, മധ്യാഹ്നത്തിൽ കഴിയുന്നവരുണ്ട്, ഹയാത്തിന്റെ സായാഹനത്തിൽ കഴിയുന്ന പ്രായമുള്ളവരുമുണ്ട്. പൂർവാഹനത്തിൽ കഴിയുന്നവരെന്ന് ഞാൻ ഉദ്ദേശിച്ചത് കുട്ടികളെയാണ്. മധ്യാഹ്നത്തിൽ കഴിയുന്നവരെന്ന് ഞാൻ വിവക്ഷിച്ചത് ചെറുപ്പക്കാരെയാണ്. സായാഹനത്തിൽ കഴിയുന്നവരെന്ന് ഞാൻ ഉദ്ദേശിച്ചത് തലനരച്ച് തൊലിച്ചുളിഞ്ഞ 70 പിന്നിട്ട ആളുകളെയാണ്. നമുക്ക് ഏത് ദിശയിലും ഹൃദയത്തെ തിരിച്ചു പിടിക്കാനുള്ളത്, നമ്മുടെ ഹൃദയം ഒരു മദീന നോക്കി യന്ത്രമായി മാറണം. സിനിമ നോക്കി യന്ത്രങ്ങളാവരുത്, കോമഡി നോക്കി യന്ത്രങ്ങളാകരുത്. വിശ്വാസികളെ, നാം മദീന നോക്കി യന്ത്രങ്ങളാവണം. അല്ലാഹു നമുക്കതിന് തൗഫീഖ് ചെയ്യട്ടെ. മരിക്കുന്ന സമയത്ത് ഉറക്കെ ദിക്ർ ചൊല്ലി മരിക്കാൻ അല്ലാഹു നമ്മെ തുണക്കട്ടെ. ഇവിടെ +2 വരെ മദ്രസയുണ്ട്. +2വിലേക്ക് നിങ്ങളൊക്കെ മക്കളെ നിങ്ങൾ പറഞ്ഞേക്കണം. അറിഞ്ഞെടുത്തോളം +2വിൽ ആൺകുട്ടികളില്ല എന്നാണ് കേട്ടത്. മക്കളെ വാപ്പമാരെ, നിങ്ങളുടെ വീട്ടിൽ ആൺകുട്ടികളില്ലേ? അവരെ +2വിലേക്ക് പറഞ്ഞേക്കണേ. ഉമ്മമാരെ പറഞ്ഞേക്കണേ. ഈ കുട്ടികളുടെ കയ്യാലെയാണ് നമുക്ക് ഖബറിലേക്ക് യാത്ര ചെയ്യാനുള്ളത്. ഉപ്പാ, ഈ ദുന്യാവിനോട് വിട പറഞ്ഞു പോകുമ്പോൾ ഉമ്മ നമ്മുടെ മയ്യത്ത് കെട്ടിൽ പിടിക്കുന്നത് ചുണ്ടിന്റെയും പല്ലിന്റെ ഇടയിൽ കഞ്ചാവിന്റെ പൊടി തിരികിയിട്ടുള്ള ഒരു റൗഡിയാണെങ്കിലുള്ള അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മെ ആരാരുമില്ലാത്ത ഇരുട്ടുകൊണ്ട് പെയിന്റിട്ട ഖബറിലേക്ക് ഇറക്കി വെക്കുന്നത് നെരിയാണ്. കീഴോട്ട് പാന്റും തുണിയും എടുത്ത അതാ ക്രിസ്ത്യാനിയുടെ മുഖവും ജൂതന്റെ മുടിയും അതാ കാഫറിന്റെ കൈയും നിരീശ്വരവാദികളുടെ സംസാരവുമുള്ള 2 മക്കളായി നമ്മുടെ ഖബറിലേക്ക് അങ്ങ് താഴ്ത്തിയാലുള്ള അദാബിന്റെ കാഠിന്യം ഓർത്തു നോക്കൂ.
വാപ്പാന്റെ മയ്യത്ത് പള്ളിയിൽ കൊണ്ടുപോയിട്ടാൽ ആ വാപ്പ കഫൻ ചെയ്യപ്പെട്ട വാപ്പാനെ കണ്ട് എന്റെ വാപ്പയാണെന്ന ധാരണയോട് അല്ലാ എന്ന ചിന്തയിൽ തക്ബീർ കെട്ടി മനം പൊട്ടി അല്ലാ വാപ്പാക്ക് വേണ്ടി പുറത്തു കൊടുക്കണേ എന്ന് ദുആ ചെയ്യുന്ന മക്കള് വേണ്ടേ? വാപ്പന്റെയും ഉമ്മന്റെയും ഖബറ് കണ്ടാൽ ഇന്നും ഞാൻ എന്റെ വാപ്പന്റെ ഖബറിന്റെ അരികിൽ പോകുമ്പോൾ നിയന്ത്രണം വിട്ട് കരയുന്നവനാണ്. എനിക്ക് എന്നെ നിയന്ത്രിക്കാൻ കഴിയാത്ത ചില സമയങ്ങളിലൊന്ന് എന്റെ പ്രിയപ്പെട്ട വാപ്പന്റെ ഖബറ് കാണുമ്പോഴാണ് സ്വയം നിയന്ത്രണം വിട്ടങ്ങ് വിതുമ്പുന്നത് പോലെ. കാരണം ഇന്ന് തലപ്പാവും ഈ വെള്ളക്കുപ്പായമിട്ട് നിങ്ങളുടെ ഇടയിലേക്ക് വരാൻ കാരണം ആ മനുഷ്യന്റെ ഹയാത്ത് കാലത്തെ നസീഹത്താണ്. അല്ലാഹുവേ, നന്മകളുടെ തവാബക്കയും അവരിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാ. വാപ്പാന്റെയും ഉമ്മാന്റെയും ഉസ്താദുമാരുടെയും ഗുരുത്വമുള്ള മക്കളും ശിഷ്യന്മാരുമായി ഞങ്ങളെ നീ ചേർക്കണേ, മാറ്റണേ, ഉൾപ്പെടുത്തണേ തമ്പുരാനെ. ഞങ്ങളെ മക്കളെയും നീ നന്നാക്കണേ, ശിഷ്യന്മാരെയും നന്നാക്കണേ. ഞങ്ങൾ അവരുടെയും അയ്ബുകളും ദോഷങ്ങളും മറക്കുകയും പൊറുക്കുകയും ചെയ്യണമേ തമ്പുരാനെ. അങ്ങനെയുള്ള മക്കളാണ് വേണ്ടത്. കുറെ കൊള്ളിമരങ്ങൾ ഉണ്ടായിട്ട് എന്താ കാര്യമുള്ള? നരകത്തുള്ള കുറെ ചവറുകളെ ബാക്കി ഇട്ടിട്ട് നമ്മളാണ്ട് പോയി കിടക്കുക. കബർക്ക് വല്ല നേട്ടമുണ്ടോ? കബറ് പോയി കിടക്കുന്ന സമയത്ത് നമ്മൾ ഓർത്തിട്ട് കരഞ്ഞിട്ട് ദ്വാരക്കണം മോളാവണം, നമ്മൾ ഓർത്ത് കരഞ്ഞു ദ്വാരക്കണം മോനാവണം. അതിന് ഇൽമുമായിട്ടും മഹാന്മാരുമായിട്ടും ബന്ധപ്പെടുത്തണം. അതിന് അള്ളാഹു നമുക്കൊക്കെ തൗഫീക്ക് ചെയ്യട്ടെ. 10:15 2 മണിക്കൂറായി. എനിക്കെന്നും പരിപാടി ആയതുകൊണ്ട് 2-2.5 മണിക്കൂറേ ഞാൻ പ്രസംഗിക്കാറുള്ളൂ. എനിക്കാണെങ്കിലോ നിസ്കരിച്ചിട്ടില്ല. ഭക്ഷണം പിന്നെ ലക്ഷ്യമല്ല, എന്നാലും ഒരു തരുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പൊ അതും കഴിക്കണം. പിന്നെ എന്റെ സമയത്ത് എനിക്ക് ട്രെയിനിന് അങ്ങോട്ട് എത്തും വേണം. അപ്പൊ അതുകൊണ്ട് വേറെ എപ്പോഴെങ്കിലും എവിടെയും വെച്ചുകൊണ്ട് കണ്ടുവിട്ടാം. ഈ റബീഉൽ അവ്വലിന് മദ്ഹൂർ റസൂൽ പ്രഭാഷണത്തിന് ഈ തളിപ്പറമ്പിൽ ഞാൻ എവിടെ വരുന്നുണ്ട്. നിങ്ങൾ അവിടെ വരികയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ബാക്കി അവിടെ വെച്ചുകൊണ്ട് പറയാം. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് അള്ളാഹു പറഞ്ഞും കേട്ടൊക്കെ കബൂലാക്കട്ടെ.